السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله أدى الأمانة ونصح الأمة وكشف الله به الغمة وجاهد في الله حق جهاده حتى أتاه اليقين. سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا. اللهم ربنا علمنا ما ينفعنا وانفعنا بما علمتنا. ربنا زدنا علما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقل رب أعوذ بك من همزات الشياطين وأعوذ بك رب أن يحضرون. حتى إذا جاء أحدهم الموت قال رب ارجعون لعلي أعمل صالحا فيما تركت كلا إنها كلمة هو وقائلها ومن ورائهم برزخ إلى يوم يبعثون. فإذا نفخ في الصور فلا أنساب بينهم يومئذ ولا يتساءلون. فمن ثقلت موازينه فأولئك هم المفلحون. ومن خفت موازينه فأولئك الذين خسروا أنفسهم في جهنم خالدون. تلفح وجوههم النار وهم فيها كالحون. صدق الله العلي العظيم. بارك الله لنا ولكم بالآيات والذكر الحكيم وعصمنا وإياكم برحمته من الشيطان الرجيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമ് പഠിക്കാനും അറിയാനും അത് മുഖേന അല്ലാഹുവിന്റെ മഅരിഫത്ത് കരസ്ഥമാക്കാനും ധാരാളം അമലുകൾ ചെയ്യാനുമുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ അമലുകളിലെ അപാകതകളെ അല്ലാഹു പരിഹരിച്ചു തരുമാറാകട്ടെ. നമ്മുടെ സ്വഭാവ ദൂഷ്യങ്ങളെ അല്ലാഹു നീക്കിത്തരികയും അല്ലാഹു നമ്മുടെ അകവും പുറവും നന്നാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഖൽബും ശരീരവും ശുദ്ധിയാക്കി തരുമാറാകട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ ഇറക്കാൻ വേണ്ടി പറഞ്ഞവരും അല്ലാത്തവരുമായ ഒരുപാട് രോഗികൾ അല്ലാഹുവർക്കൊക്കെ ശിഫ നൽകുമാറാകട്ടെ. ഇടയായി മരണപ്പെട്ടു പോയവർ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നെല്ലാം വിട്ടുപിരിഞ്ഞവർ, അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ സൂറയിലെ 98-ാമത്തെ ആയത്ത് മുതലാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. 97, 98.
ഈ സൂറയുടെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. അല്ലാഹു തആല ബർസഖിലേക്ക്, മരണവും അനന്തര ജീവിത സംബന്ധിച്ചും പരലോകത്തെ സംബന്ധിച്ചുമുള്ള ചർച്ചകളിലേക്കാണ് ഇനിയുള്ള ആയത്തുകൾ നമ്മെ കൊണ്ടുപോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഖീൻ എന്ന് വിളിച്ച ഒരു ലോകമാണ് മനുഷ്യന്റെ മരണത്തിന്റെ ശേഷമുള്ള ലോകം. യഖീൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സർട്ടൻ, ഒരു സംശയത്തിന്റെ ചെറിയ ലാഞ്ചന പോലും വന്നുകൂടാത്ത ഏറ്റവും ഉറപ്പുള്ള റിയാലിറ്റി, ശരിയായ യാഥാർത്ഥ്യം, അത് മരണമാണ്, അത് യഖീനാണ്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരണം വരുന്നത് വരെ അങ്ങ് ഇബാദത്ത് തുടർന്നുകൊണ്ടിരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിടത്ത് മരണത്തിന് പകരം ഉപയോഗിച്ച വാക്ക് യഖീൻ എന്നാണ്. അത് ഉറപ്പാണ്, അതിൽ സംശയമില്ല. ബാക്കിയെല്ലാം വരാം, വരാതിരിക്കാം, പക്ഷേ മൗത്ത് എന്ന വിഷയം ഉറപ്പാണ്, അത് യഖീനാണ്. മരണസമയത്ത് മനുഷ്യൻ അതുവരെ സംശയിച്ചിരുന്ന പല വിഷയങ്ങളും യാഥാർത്ഥ്യമായി അള്ളാഹു മനസ്സിലാക്കി കൊടുക്കുന്നു. മരണത്തെ കണ്ണിൽ കാണാൻ തുടങ്ങുമ്പോഴേക്കും മനുഷ്യന്റെ യഖീൻ സംഭവിക്കും എന്നാണ് ഇനിയുള്ള ആയത്തുകൾ നമ്മൾ പഠിപ്പിക്കുന്നത്. പല സംശയങ്ങളുണ്ടാകും. മരിച്ചുപോയാൽ അങ്ങനെയാണോ, മരിച്ചുപോയാൽ ഇങ്ങനെയാണോ, അത് സത്യമായിരിക്കുമോ, ഇത് യാഥാർത്ഥ്യമായിരിക്കുമോ എന്ന സംശയങ്ങളെല്ലാം നീങ്ങുകയും തൽസ്ഥാനത്ത് ഉറപ്പുവരികയും ചെയ്യുന്ന ഒരു ഘട്ടം സക്കറാത്തിന്റെ സമയം മുതൽ ആരംഭിക്കുന്നു എന്ന് ഈ വരാൻ പോകുന്ന ആയത്തുകളിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അതിന്റെ മുമ്പ് ഒരു വിഷയം അള്ളാഹു ഉണർത്തുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്വീൻ. وقل رب أعوذ بك من همزات الشياطين وأعوذ بك رب أن يحضرون حتى إذا جاء أحدهم الموت قال رب ارجعون لعلي أعمل صالحا فيما تركت كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون. വഖുൽ, അങ്ങ് പറയണം നബിയെ, അങ്ങ് അല്ലാഹുവോട് ദുആ ചെയ്യണം. റബ്ബി, എന്റെ രക്ഷിതാവേ, അഊദു ബിക, നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു റബ്ബേ, മിൻ ഹമസാത്തിശ് ശയാത്വീൻ, പിശാചുക്കളുടെ ദുർബോധനങ്ങളിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് കാവൽ തരയണമേ. വഅഊദു ബിക, അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ കാവൽ ചോദിക്കുന്നു റബ്ബി, ഞങ്ങളുടെ പരിപാലകനായ അല്ലാഹുവേ, അയ്യഹ്ദുറൂൻ, അവർ ഞങ്ങളുടെ അരികത്തേക്ക് വരുന്നത് പോലും നീ ഞങ്ങൾക്ക് കാത്തു തരണം. അവർ ഞങ്ങളുടെ അടുത്ത് പോലും വരരുത് റബ്ബേ, അവരുടെ ദുർബോധനം ഞങ്ങൾക്കുണ്ടാകരുത് റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ കാക്കണം. തൊട്ട് മുകളിൽ പറഞ്ഞ ആയത്തെന്താ? ഇദ്ഫഅ ബില്ലതി ഹി അഹ്സനുസ് സയ്യിഅ നഹ്നു അഅലമു ബിമാ യസിഫൂൻ. തിന്മയെ നന്മ കൊണ്ട് നേരിടണം എന്ന ആ നിർദ്ദേശത്തിന്റെ ശേഷമാണ് ഈ ആയത്ത് വരുന്നത്. തിന്മയെ നന്മ കൊണ്ട് നേരിടണം എന്ന് പറഞ്ഞാൽ തിന്മയെ തിന്മ കൊണ്ട് നേരിടാനാണ് പിശാച് നമ്മളോട് പറയാം. അത് പൈശാചികമാണ്. പകരം വീട്ടണമെന്നും പ്രതികാരം ചെയ്യണമെന്നും മനുഷ്യനെ തോന്നിപ്പിക്കുന്നത് പിശാചാണ്. ഇപ്പൊ പറയാണ്, അല്ലാഹുവേ, പിശാചിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രലോഭനങ്ങൾക്ക് വഴങ്ങാതിരിക്കാൻ നീ എനിക്ക് കാവൽ തരണം പടച്ചവനെ. വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്വീൻ. ഹമസാത്തുശ് ശയാത്വീൻ, പിശാചുക്കളുടെ. ഹംസ് എന്ന് പറഞ്ഞാൽ നസ് എന്നാണ്, ഒരു വലിക്കുക എന്ന വാക്കിന്റെ അർത്ഥം. പിശാച് അവന്റെ ഭാഗത്തേക്ക് നമ്മെ വലിച്ചു കൊണ്ടുപോകുന്നത്, പിശാച് ഉദ്ദേശിക്കുന്നിടത്തേക്ക് നമ്മെ കൊണ്ടുപോകുന്നത്. ഇത് വലിയൊരു ഫിത്നയാണ്.
അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പിശാചിന്റെ ദുർബോധനം എന്ന് നമുക്ക് അർത്ഥം പറയാം. പിശാച് നമ്മെ പ്രലോഭിപ്പിക്കുന്നത്, നമുക്ക് തിന്മകളെ നന്മകളായി കാണിച്ചു തരുന്നത്, തിന്മകളെ ഭംഗിയാക്കി കാണിച്ചു തരുന്നത്. സുബ്ഹാനല്ലാഹ്, ഇത് മുഴുവനും അപകടമാണ്. അള്ളാഹുവോട് കാവൽ ചോദിക്കാൻ. ഇങ്ങനെ കാവൽ ചോദിക്കുന്ന 2 സൂറകൾ അള്ളാഹു ഇറക്കി തന്നു. സൂറത്തുൽ മുഅവ്വിദത്തൈൻ എന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അള്ളാഹുവിനോട് കാവൽ ചോദിക്കാനായിട്ടുള്ളൊരു സൂറയാണ്. മുഅവ്വിദത്താൻ എന്നാണ് ആ സൂറയുടെ പേര്. അള്ളാഹിനോട് കാവൽ ചോദിക്കുന്ന സൂറകൾ. എന്തിൽ നിന്നൊക്കെയാണ് കാവൽ? നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ആ 2 സൂറത്തുകളും ചർച്ച ചെയ്ത് കഴിഞ്ഞു. ചെറിയ വശങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളൊന്ന് ഉണർത്തുക മാത്രമാണ്. പരിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് സൂറത്തുൽ ഫാത്തിഹയിലൂടെയാണ്, അല്ലേ? സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞ് ഖുർആൻ അവസാനിക്കുന്ന അവസാനത്തെ 2 സൂറകളാണ് മുഅവ്വിദത്തൈൻ. അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. കാവൽ ചോദിക്കുന്ന ദുആയാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. പിന്നെ അള്ളാഹു പഠിപ്പിച്ച മറ്റൊരു ദുആയാണ് അഊദു ബിക റബ്ബി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. അല്ലാഹുവേ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്തീൻ. പിശാചുക്കൾ മനുഷ്യനെ വേട്ടയാടാൻ നടക്കുന്നവരാണ്. പിശാച് മനുഷ്യന്റെ കൂടെയുണ്ട്. ജനിക്കുന്ന ഓരോ മനുഷ്യന്റെ കൂടെയും ഖരീൻ എന്ന് പറയുന്ന ഒരു പിശാച് അവന്റെ കൂടെയുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. വഹുവ ലഹു ഖരീൻ. മനുഷ്യന്റെ നമ്മുടെ രൂപം ഏതാണോ ആ രൂപത്തിലാണ് ആ പിശാചിന്റെ രൂപമെന്നും മഹാന്മാരായ പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പിശാച് മനുഷ്യന്റെ കൂടെയുണ്ട്, ഖരീൻ. ആ പിശാചിന്റെ ദുർബോധനങ്ങളിലേക്ക് നമ്മൾ പോവാതിരിക്കാൻ, നമുക്ക് നന്മയുടെ ഭാഗത്തേക്ക് ക്ഷണിക്കാൻ അള്ളാഹു ഒരു മലക്കിനെ നമുക്ക് നിയോഗിച്ചു തന്നിട്ടുണ്ട്. ഒരു മലക്കുണ്ട് നമ്മുടെ കൂടെ, ഒരു പിശാച് നമ്മുടെ കൂടെയുണ്ട്. ഇതല്ലാഹു ഹക്കായി നമുക്ക് ബോധ്യപ്പെടുത്തിയ വസ്തുതകളാണ്. പിശാച് തിന്മ ചെയ്യാൻ പറയുമ്പോഴും മനസ്സിന്റെ ഉള്ളിൽ ഒരു വിചാരം വരുന്നുണ്ട്, ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണ്, ഞാൻ ഈ ചെയ്യുന്നത് തിന്മയാണ്, ഇതരുതാത്തതാണ് ഞാൻ ഈ പറയുന്നത്, അരുതാത്തതാണ് ഞാൻ ഈ കേൾക്കുന്നത്, അരുതാത്തതാണ് ഞാൻ ഈ കാണുന്നത്, അതാണ് ഞാൻ ചിന്തിക്കുന്നതെന്ന് മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന മലക്കിന്റെ ഒരു സഹായം, മലക്കിനെ തന്നെ ഓരോരുത്തർക്കും നിയോഗിച്ചുകൊണ്ട് അല്ലാഹു തആല ആ കർമ്മം നിർവഹിക്കുന്നുണ്ട്. നമ്മളെന്നത് ഒറ്റയാനല്ല, നമ്മുടെ കൂടെ ഒരുപാട് ആളുകളുണ്ട്. നാം എന്നത് ഒരാളല്ല, നമ്മുടെ കൂടെ ഖരീൻ എന്ന പിശാചുണ്ട്, നമുക്ക് മുസാഇദായ മലക്കുണ്ട്, 2 കാത്തിബീങ്ങളായ മലക്കുകൾ വേറെയുമുണ്ട്, റഖീബുണ്ട്, അതീദുണ്ട് അലൈഹിമുസ്സലാം. അങ്ങനെ മൊത്തത്തിൽ 4 പേർ, 4ൽ 5-ാമനായിട്ടാണ് നമ്മൾ നടക്കുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇസ്തഹ്യു, നിങ്ങൾ ലജ്ജിക്കണം, നാണിക്കണം. നിങ്ങളെ വിട്ടുപിരിയാത്ത മിമ്മൻ ലാ യുഫാരിഖൂനകും, നിങ്ങളെ വിട്ടുപിരിയാത്ത ചില ആളുകൾ നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ അവർ കാണുന്നില്ലേ, അത് ഓർത്തുകൊണ്ടെങ്കിലും നിങ്ങൾ നാണിക്കണമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഹദീസ്? നമ്മൾ എന്ത് ചെയ്താലും അത് കാണുന്ന മലക്കുകൾ നിങ്ങളോടൊപ്പം ഉണ്ടല്ലോ. ഇല്ല ഇന്ദ ഇസ്നത്ത്, 2 വിഷയത്തിൽ അവർ മാറി നിൽക്കുകയുള്ളൂ എന്നാണ്. ഒന്ന് മനുഷ്യൻ ഖലായിലേക്ക് പ്രവേശിക്കുമ്പോൾ, മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഒരു മനുഷ്യൻ ഖലായിലേക്ക് പ്രവേശിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് ട്രാൻസ്പാരന്റ് ആണ്. അവർ മാറി നിൽക്കും, കൂടെ ഉണ്ടാവില്ല, പക്ഷെ അവർ വിദൂരത്ത് നിന്ന് കാണാൻ കഴിയും. വഇൻദൽ ജിമാഅ, ഭാര്യ ഭർത്തർ ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്തും അവർ മാറി നിൽക്കും, പക്ഷെ അവർ അപ്പോഴും അരികത്തുണ്ട്. അല്ലാത്ത സമയത്തൊക്കെ നമ്മോട് അറ്റാച്ച് ചെയ്തുകൊണ്ടാണ്, നമ്മോടൊപ്പം നിൽക്കുന്നവരാണ്. അങ്ങനത്തെ ഖരീനുണ്ട്. പിന്നെ 3 മലക്കുകൾ. ഇത് 2 മലക്കുകൾ ന്യൂട്രലാണ്. അവർ നമ്മുടെ അമലുകളിൽ ഇടപെടുന്നില്ല, അവർ അമലുകൾ രേഖപ്പെടുത്തുകയാണ്, അല്ലെ? റഖീബ് എന്ന മലക്ക് നമ്മുടെ നന്മകൾ രേഖപ്പെടുത്തുന്നു, അതീദ് എന്ന മലക്ക് നമ്മുടെ തിന്മകൾ രേഖപ്പെടുത്തുന്നു. എപ്പോ? 6 മണിക്കൂർ കഴിഞ്ഞിട്ട്. തിന്മ രേഖപ്പെടുത്തുന്നത് 6 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അതുവരെ വെച്ചിരിക്കാൻ, എങ്ങാനും ഒരു ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അത് എഴുതണ്ടാൻ, എങ്ങാനും എന്ന് അല്ലാഹുവിനോട് തൗബ ചെയ്താൽ ഇത് വേണ്ടാൻ. 6 മണിക്കൂറും കഴിഞ്ഞ് പിന്നെയും അവർ കുറച്ചു നേരമൊക്കെ വെയിറ്റ് ചെയ്യും, പിന്നെയാണ് രേഖപ്പെടുത്തുന്നത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിൽ പഠിപ്പിക്കുന്ന ഒരു അല്ലാഹുവിന്റെ സഅത്തുൽ മഗ്ഫിറ, അല്ലാഹുവിന്റെ മഗ്ഫിറത്തിന്റെ വിശാലത എന്നാൽ
രാത്രിയിൽ തെറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ നേരം പുലർന്നാലെങ്കിലും അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നുണ്ടോ എന്ന് നോക്കി അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ കരങ്ങൾ നീട്ടിവെച്ചിരിക്കുകയാണ്. ലിയതൂബ മുസീഉൽ ലൈൽ, രാത്രി തെറ്റ് ചെയ്തവൻ പകലെങ്കിലും തൗബ ചെയ്യട്ടെ, ഞാൻ പുറത്തു കൊടുക്കാം. പകല് തെറ്റ് ചെയ്ത മനുഷ്യൻ രാത്രിയാകുമ്പോൾ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കാനെന്ന് മനസ്സ് തോന്നിയാൽ ഞാൻ പുറത്തു കൊടുക്കാൻ ഒരുക്കമാണെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ കരങ്ങൾ രാത്രി സമയങ്ങളിൽ അള്ളാഹു നിവർത്തി വെച്ച് കാത്തിരിക്കുകയാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ നമ്മുടെ കാത്തിബീങ്ങളായ മലക്കുകൾ അമലുകൾ രേഖപ്പെടുത്തുകയാണ്. അവർ നമ്മുടെ അമലുകളിൽ തദഖുൽ ചെയ്യുന്നില്ല, അവർ ഇന്റർഫിയർ ചെയ്യുന്നില്ല. പക്ഷേ വേറെ ഒരു മലക്കും ഖരീൻ എന്ന് പറയുന്ന ഒരു ശൈത്താൻ, ഇവർ രണ്ടുപേരും നമ്മോടൊപ്പമുണ്ട്. അമലുകളിൽ നമ്മെ ഇടപെടുന്നവരുണ്ട്. തിന്മയിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന ഖരീനായ ശൈത്താനുണ്ട്, നന്മയിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന അള്ളാഹുവിന്റെ മലക്കുമുണ്ട്. ഇതാണല്ലോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്നത് അള്ളാഹുവിന്റെ സിസ്റ്റം ഓഫ് ട്രയൽ. ഇത് അള്ളാഹു നിശ്ചയിച്ച ഒരു പരീക്ഷണത്തിന്റെ ജീവിതമാണ്. റോങ് ആൻസറും റൈറ്റ് ആൻസറും ഉണ്ടെങ്കിലേ ആ പരീക്ഷയ്ക്ക് ഒരു അതിൻ്റെതായ ഒരു മൂല്യം വരുന്നുള്ളൂ. ഒരു വിദ്യാർത്ഥി പരീക്ഷ എഴുതുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുകയാണ്, എന്താ പിന്നെ അല്ലാഹു തആലക്ക് നമ്മെ ഈ തെറ്റിൽ നിന്നിട്ട് മാറ്റി നിർത്തിക്കൂടായിരുന്നോ? അത് ഇറ്റ്സ് അബ്സർഡ്. എങ്ങനെ വെച്ചാൽ ഒരു വിദ്യാർത്ഥി പരീക്ഷ എഴുതുമ്പോ അധ്യാപകൻ കാണുന്നുണ്ട് ഈ വിദ്യാർത്ഥി എഴുതുന്നത് റോങ് ആൻസർ ആണെന്ന്. ആ വിദ്യാർത്ഥിയോട് ഇടപെട്ട് നീ ഇത് എഴുതല്ലേ, ഇതല്ല ഇതിന്റെ ഉത്തരം, നീ ശരിയായ ഉത്തരം എഴുത് എന്ന് ഒരു അധ്യാപകൻ ആ പരീക്ഷാ പേപ്പറിൽ വിദ്യാർത്ഥിയോട് ഇടപെട്ട് കഴിഞ്ഞാൽ that will dismantle the entire system of education. പിന്നെ ഇതിന്റെ ആവശ്യമില്ലല്ലോ, എന്തിനാ പരീക്ഷ? അള്ളാഹു അത് ചെയ്യില്ല. അള്ളാഹു തആല രണ്ട് മാർഗങ്ങളും കാണിച്ചു തന്നിരിക്കുകയാണ്. ഇതിൽ എന്ത് നീ തിരഞ്ഞെടുക്കുന്നു അവിടെയാണ് നിന്റെ ഇഖ്തിയാർ. അതിനാണ് നിനക്ക് സ്വർഗവും. നിന്റെ ഇഖ്തിയാർ പഴക്കുമ്പോഴാണ് അള്ളാഹു അതിന് നരകവും വിധിച്ചിട്ടുള്ളത്. അള്ളാഹു യഖാക്കി അപ്നി ഫിത്രത് മേ ന നൂരി ഹേ ന നാരി ഹേ, അമൽ സേ जिंदगी बनती है, अमल से जिंदगी बनती है, जन्नत भी जहन्नम भी, ये खाकी अपनी फितरत में न नूरी है न नारी है. അമലിൽ നിന്നാണ് ഒരു മനുഷ്യന്റെ ജന്നത്തും ജഹന്നമും ഉണ്ടാകുന്നത്. മനുഷ്യൻ ചെയ്യുന്ന അമലുകളെ കൊണ്ടാണ് നമ്മുടെ സ്വർഗവും നരകവും ഉണ്ടാകുന്നത്. ഏ ഖാക്കി, മണ്ണുകൊണ്ട് പടക്കപ്പെട്ടവൻ, അപ്പിനി ഫിത്രത്ത് മേ, തന്റെ പ്രകൃതിയാ തന്നെ, നൂരിഹെ നാരിഹെ, നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ ആയി അള്ളാഹു കണ്ട് പടച്ചതല്ല. അള്ളാഹുവിനറിയാം, അത് അള്ളാഹുവിന്റെ ഇൽമാണ്. പക്ഷെ അള്ളാഹു നമ്മെ പടച്ചത് നരകത്തിലേക്കല്ല. നമ്മൾ അമലുകളെ കൊണ്ടാണ് നരകവും സ്വർഗവും അർഹിക്കുന്നത്. അത് അള്ളാഹുവിനറിയാം, അള്ളാഹു അത് രേഖപ്പെടുത്തി വെച്ചു. സുബ്ഹാനല്ലാഹ്. പിശാചിനെ അള്ളാഹു നമുക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തിന്? അള്ളാഹുവിന്റെ ഈ ട്രയൽ, നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ഈ ജീവിതത്തിന്റെ പരീക്ഷണം സാധുവാകാൻ വേണ്ടിയാണ് അള്ളാഹു ഒരു ഖരീനിനെയും ഒരു മലക്കിനെയും നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. സ്വർഗാണ് അള്ളാഹു നൽകുന്ന പ്രതിഫലം. സ്വർഗം കിട്ടണമെങ്കിൽ പരീക്ഷണം കുറച്ച് കടുത്തുള്ളത് തന്നെ ആവണം. ചെറിയ പരീക്ഷണമല്ല. എന്തെങ്കിലും ഒരു റാഫിൽ എന്തെങ്കിലും ഒരു മില്യനെയറോ ബില്യനെയറോ അതൊന്നും അല്ല സംഗതി. എന്താണ് അള്ളാഹുവിന്റെ സ്വർഗം എന്ന് പറഞ്ഞാൽ? അതിനാ അഹ്ലിൽ ജന്നത്തി മൻസിലത് ആഖിറു അഹ്ലിൽ ജന്നത്തി ദുഖൂല. സ്വർഗത്തിലേക്ക് അവസാനം കടക്കുന്ന ഒരു മനുഷ്യന്റെ കഥ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നില്ലേ? സിറാത്ത് ഇങ്ങനെ കടന്നിങ്ങനെ ചെന്ന് പ്രയാസപ്പെട്ട് ഒരു അമലും ചെയ്തിട്ടില്ല. ഏതാനും കുറഞ്ഞ അവിടെയായി ചെയ്ത കുറച്ച് അമലുകൾ, കാലിന്റെ തള്ളവിരലിൽ നിന്ന് കുറച്ചൊരു പ്രകാശം കിട്ടുമ്പോൾ ഒന്ന് നടക്കും, കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രകാശം പോയി, പിന്നെയും കുറച്ച് നടക്കും. അങ്ങനെ നടന്ന് സിറാത്ത് എന്ന നരകത്തിന്റെ മുകളിൽ അല്ലാഹു വെച്ചിട്ടുള്ള പാലം അക്കരെ കടന്ന് എത്തുമ്പോ അൽഹംദുലില്ലാഹ് അല്ലദീ നജ്ജാനി മിൻ ഹാദാ, എന്നെ പടച്ചവൻ രക്ഷപ്പെടുത്തിയല്ലോ, അൽഹംദുലില്ലാ. ആരും രക്ഷപ്പെട്ടതായിട്ടും തോന്നുന്നില്ല, ഞാൻ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ എന്ന് ഈ മനുഷ്യൻ പറയുന്നു. അയാൾക്ക് അങ്ങനെ തോന്നുന്നു. ആരും കാണുന്നില്ല പടച്ചവനെ, ഞാൻ എങ്ങനെയോ കഴിച്ചിലായി, ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ടു, എങ്ങനെയോ ഞാൻ സലാമത്തായി അല്ലേ? അങ്ങനെ അദ്ദേഹം ചോദിക്കുന്നു. ഹബീബായ നബി തങ്ങൾ വാ തുറന്ന് തങ്ങളുടെ അണപ്പല്ലുകൾ കാണെ തങ്ങൾ ചിരിച്ചു എന്ന് പറഞ്ഞ ഹദീസാണിത്.
തങ്ങൾ ഒച്ച വെച്ച് ചിരിക്കാറില്ല. പക്ഷെ ഈ ഹദീസ് വിവരിച്ചുകൊണ്ട് തങ്ങൾ ചിരിച്ചു. ആ ചിരിയിൽ ഹത്താ ബദത് നവാജിദുഹു, തങ്ങളുടെ അണപ്പല്ല് വരെ ഞങ്ങൾ കണ്ടു എന്ന് സ്വഹാബികൾ രേഖപ്പെടുത്തി ഈ ഹദീസ് വിവരിച്ചതിന് ശേഷം. തങ്ങൾ പറഞ്ഞത്, ഇയാൾ അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കുക, പടച്ചവനെ അവിടെ ചെറിയൊരു മരം കാണുന്നുണ്ടല്ലോ, ഞാൻ അവിടെ പോയിട്ടൊന്ന് വിശ്രമിക്കട്ടെ. ഹുവലക്, നിനക്ക് വിശ്രമിക്കാം, പക്ഷെ വേറൊന്നും ചോദിക്കരുത് കേട്ടോ. ഒന്നും ചോദിക്കൂല പടച്ചവനെ, ഞാനൊന്നും ചോദിക്കൂല, അത് മതി, ഞാൻ വളരെ ക്ഷീണിതനാണ്, ഒന്ന് വിശ്രമിക്കണം. അവിടെ ചെന്നിങ്ങനെ ഇരുന്നിങ്ങനെ നോക്കുമ്പോ കുറെ അവിടെ ഒരു വലിയൊരു മരം, അള്ളാഹുവെ വലിയൊരു മരം അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നു, ആരും അവിടെ ഇല്ല, ഞാൻ അങ്ങോട്ടൊന്ന് മാറിക്കൊള്ളട്ടെ, അതിന്റെ അണൽ കുറച്ച് വിശാലവുമാണല്ലോ. യാ അബ്ദി, ഇപ്പൊ നീ എന്നോട് പറഞ്ഞില്ലേ എന്നോട് വേറൊന്നും ചോദിക്കൂല. അൻത അർഹമുർ റാഹിമീൻ, നീ അർഹമുർ റാഹിമീൻ അല്ലേ പടച്ചോനെ, നീ റഹ്മാൻ, നീ അർഹമുർ റാഹിമീനാണ്. റഹ്മത്ത് ആരെങ്കിലും അതിലൊക്കെ ഏറ്റവും വലിയ റഹ്മത്ത് ചെയ്യുന്നവൻ നീ. എന്നാ പിന്നെ വേറൊന്നും ഇല്ല റബ്ബേ, ഞാൻ ചോദിക്കൂല, എന്നാ പോയിക്കോ. അവിടെ ചെന്നിങ്ങനെ ഇരുന്നപ്പോ കുറെ അടുത്തേക്ക് വരാൻ. അപ്പൊ ഇങ്ങനെ ചെറിയൊരു ഹട്ട് പോലെ ഒരു കൊച്ചു വീട്. അപ്പോ പറഞ്ഞു, പടച്ചവനെ അവിടെ ചെറിയൊരു വീട് ഇങ്ങനെ കാണുന്നുണ്ട്, അവിടെ ആരും ഇല്ല പടച്ചവനെ, ഞാൻ അങ്ങോട്ടൊന്ന് പോയിക്കോട്ടെ. അല്ലാഹു ചോദിച്ചു, നീ എന്നോട് ചെയ്ത വാക്ക് നീ ലംഘിക്കുകയാണ് പടച്ചോനെ. അൻത അർഹമുർ റാഹിമീൻ, നീ അർഹമുർ റാഹിമീൻ അല്ല പടച്ചോനെ, നിനക്ക് എനിക്കത് തന്നൂടെ, ഞാൻ ആ ചെറിയൊരു കൊച്ചു വീട്ടിലേക്ക് മാറിക്കൂടെ, എന്നാ പൊയ്ക്കോ, വേറൊന്നും ചോദിക്കൂല പടച്ചോനെ, മതി, എനിക്ക് എത്ര എണ്ണം മതി. അദ്ദേഹം സ്വർഗ്ഗം എവിടെയാന്ന് അറിഞ്ഞിട്ടില്ല, പോവാണ്. അവിടെ എത്തി. അവിടെ നിന്ന് പിന്നെയും വലിയൊരു വീട്, ഒരു മാൻഷൻ, ഒരു കൊട്ടാരം പോലെയുള്ള ഒരു വിശാലമായ വീട് ഇങ്ങനെ കുറെ ദൂരത്ത് ഇയാൾ കാണുകയാണ്. പടച്ച റബ്ബേ, ഒരു വലിയൊരു കൊട്ടാരം അവിടെ കിടക്കാണല്ലോ, ആരും ഇവിടെ അല്ല, ഞാൻ മാത്രമല്ലേ ഉള്ളൂ, പടച്ചവനെ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ. അല്ലാഹു ചോദിക്കുന്നു, യാ അബ്ദി, എന്റെ ദാസനെ, നീ ഇതൊന്നും ചോദിക്കൂല എന്ന് പറഞ്ഞ് എന്തേ പിന്നെ ഇങ്ങനെ ചോദിച്ചു? അൻത അർഹമുർ റാഹിമീൻ, നീ അർഹമുർ റാഹിമീൻ അല്ല പടച്ചവനെ, നീ അർഹമുർ റാഹിം. ഇതാ ഇദ്ദേഹം പറയുന്നുള്ളൂ, അൻത അർഹമുർ റാഹിമീൻ, എന്നാ പിന്നെ പോയിക്കോ, വേറൊന്നും ചോദിക്കരുത് കേട്ടോ. അങ്ങനെ അയാൾ സിറാത്തിൽ നിന്ന് ഒരുപാട് നടന്ന് ഇപ്പൊ വലിയൊരു കൊട്ടാരത്തിന്റെ മുമ്പിൽ എത്തി നിൽക്കുകയാണ്. അവിടെ അങ്ങനെ കയറി നോക്കുമ്പോൾ ഭയങ്കര മനോഹരം. പക്ഷെ ഇയാൾക്ക് ലോൺലിനെസ്, ഞാനിവിടെ ഒറ്റക്കാണല്ലോ എന്നൊരു ഫീൽ. അപ്പൊ നോക്കുമ്പോ എന്തൊക്കെയോ ശഗബ്, സ്വർഗവാസികളായ ആളുകളുടെ അവര് റിജോയ്സ് ചെയ്യുന്നതിന്റെ ശബ്ദം, അവരുടെ ആഘോഷത്തിമിർപ്പിന്റെ ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പടച്ചവനെ, ഇവിടെ വേറെയും കുറെ ആളുകൾ ഉണ്ട് എന്നാണല്ലോ തോന്നുന്നത്, വേറെയും ചില ആളുകളുടെ ശബ്ദം ഞാൻ കേൾക്കുന്നുവല്ലോ, ഞാൻ അവരോടൊപ്പം ചേർന്നോട്ടെ. അപ്പൊ അല്ലാഹു ചോദിക്കുന്നു, ഇത് നീ പറഞ്ഞതിന്റെ ലംഘനമാണ്. ശരിയാ പടച്ചവനെ, എനിക്കതറിയാം. അൻത അർഹമുർ റാഹിമീൻ, നീ അർഹമുർ റാഹിമീൻ ആണല്ലോ പടച്ചവനെ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു പറയും അദ്ദേഹത്തോട്, നിങ്ങൾ പോയിക്കോ. അല്ലാഹുവേ, കഅന്നഹാ മൽആ, അത് നിറഞ്ഞു കിടക്കണല്ലോ, എനിക്കൊന്നും അവിടെ സ്ഥലം ഉണ്ടാവില്ല എന്നാ എനിക്ക് തോന്നുന്നത്. ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിലും എനിക്കവിടെ സ്ഥലം കാണില്ല. എനിക്കവിടെ സ്ഥലം ഉണ്ടോ? അല്ലാഹു പറഞ്ഞു, നിനക്ക് എത്രയാ വേണ്ടത്? നിനക്ക് നീ ജീവിച്ചു പോകുന്ന ദുന്യാവിനോളം വലുപ്പമുള്ള ഒരു സ്ഥലം മതിയോ? അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, അല്ലാഹുവിനോട് പറയാം, അതസ്തഹ്സിഉ ബി വഅൻത അർഹമുർ റാഹിമീൻ, ഇത് വേണോ പടച്ചോനെ? നീ എന്നെ പരിഹസിക്കുകയാണോ? നീ അർഹമുർ റാഹിമീൻ അല്ലേ? ഞാനൊരു കിടക്കാൻ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചിട്ട് നീ ജീവിച്ച ദുന്യാവിനോളം വലുത് വേണോ എന്നാ നീ ചോദിക്കണത്? ഇത് പരിഹാസമല്ലേ പടച്ചോനെ? ഇത് നിന്റെ ജലാലിയത്തിനോട് യോജിക്കുമോ? വഅൻത അർഹമുർ റാഹിമീൻ. അല്ലാഹു തആല പറഞ്ഞു, വലക മിസ്ലൈഹാ, നീ ജീവിച്ചു പോയ ദുന്യാവിന്റെ 2 ഇരട്ടി നിനക്ക് ഞാൻ നൽകാൻ പോവുകയാണ്. അതേ പടച്ചോനെ, ഹുവലക്, അത് നിനക്കുള്ളതാണ്. ഇത് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷിച്ചു ചിരിച്ചുവെന്ന് ഹദീസിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആർക്കാണിത്? ആഖിറു അഹ്ലിൽ ജന്നത്തി ദുഖൂല, സ്വർഗ്ഗത്തിൽ അവസാനം പ്രവേശിക്കുന്ന ആൾക്ക് അല്ലാഹു കൊടുക്കുന്ന സ്ഥലമാണിത്. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, സ്വർഗം എന്ന് പറഞ്ഞത് 3 ബെഡ്റൂം ഫ്ലാറ്റ് അല്ല, സ്വർഗം എന്നതൊരു വില്ലയല്ല, സ്വർഗം എന്നത് ലോകങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. സ്വർഗം എന്നത് ഈ ദുന്യാവിന്റെ 2 ഇരട്ടിയോളം വരുന്ന ലോകം, ഏറ്റവും അമല് കുറഞ്ഞ ആൾക്ക് അല്ലാഹു നൽകാൻ പോകുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പിന്നെ അമലുകൾ കൂടുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന മർത്തബ എത്രയാണ്? ഈ പ്രൈസ് കിട്ടണമെങ്കിൽ അല്ലാഹുവിന്റെ ടെസ്റ്റ് കുറച്ച് കഠോരമാണ്. അതിനാണ് അല്ലാഹു മലക്കിനെയും ശൈത്താനെയും തന്നിട്ടുള്ളത്. ഇത് ഒരു പ്രൈസിന്റെ വാല്യൂ അനുസരിച്ചാണല്ലോ ആ കോമ്പറ്റീഷന്റെ അതിന്റെ വാല്യൂ നമ്മൾ കണക്കാക്കുക. സുബ്ഹാനല്ലാഹ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിനെ മനുഷ്യൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്തിന്? പിശാചിന്റെ ഭാഗത്തുനിന്ന് ദുർബോധനങ്ങൾ അവന് വരുന്നുണ്ട്, മലക്കിന്റെ ഭാഗത്തുനിന്ന് സുബോധനങ്ങളും വരുന്നുണ്ട്. ഈ സൽബോധനമാണോ ദുർബോധനമാണോ സ്വീകരിക്കേണ്ടത്? ഇവിടെയാണ് മനുഷ്യന്റെ ഇടപെടൽ. ഇവിടെയാണ് അവൻ ദീൻ ഉപയോഗിക്കുന്നത്. ഇവിടെയാണ് അള്ളാഹുവിന് എന്താണ് ഇഷ്ടം, എന്റെ ഹബീബിന് എന്താണ് ഇഷ്ടം, ദീനിന് എന്താണ് ഇഷ്ടം, ശരീഅത്തിന്റെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ് ഇവിടെ ഫിഖഹിന്റെ മസ്അല എന്താണ്, ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, ഇതറിയാനുള്ള വെമ്പലും അതറിയാനുള്ള ജിജ്ഞാസയും ഈ ടെസ്റ്റിൽ വിജയിക്കാൻ ആവശ്യമാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. പിശാചിന്റെ ദുർബോധനത്തിന് രക്ഷ കിട്ടണം അല്ലെ? ശരീരം നമ്മോട് എതിരാണ്, നമ്മുടെ നഫ്സ് നമുക്കെതിരാണ്. നമ്മൾ ഓതുന്ന ബുർദയിൽ ഇമാമുന ബുസീരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന വരികൾ, وخالف النفس والشيطان وعصهما وإنهما محضاك النصح فاتهمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وخالف النفس നിന്റെ ശരീരത്തിന്റെ ഇഷ്ടത്തിന് നീ എതിരി നിൽക്കണം. അത് അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമാണെങ്കിൽ പിന്നെയോ നിന്റെ പിശാചിനും നീ എതിരി നിൽക്കണം. രണ്ടാളും പറയുന്നത് നീ കേൾക്കരുത്. അവർ രണ്ടുപേരും കൂടി നിനക്ക് നല്ല ഉപദേശം സാരോപദേശം തന്നാൽ പോലും നീ അതങ്ങ് തെറ്റിദ്ധരിച്ചേക്ക്, അത് നീ വിശ്വസിക്കണ്ട. നിന്റെ ശരീരവും നിന്റെ പിശാചും നിനക്ക് എതിരാണ്. സുബ്ഹാനല്ലാഹ്, രണ്ട് ദുശക്തികളെ സർവൈവ് ചെയ്യാനുള്ള ഒരു സന്നദ്ധത നമ്മിൽ ഉണ്ടാകണം. രണ്ടെണ്ണം, ഒന്ന് പിശാചുണ്ട്, നമ്മുടെ ശരീരവും അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹി നിസ്കാരം മിസ്സാകുമ്പോ എന്താ പിശാച് പറയാ? ഉർഖുദ് അലൈക്കൽ ലൈൽ, ഉറങ്ങിക്കോ, ഇനിയും കുറെ സമയം ബാക്കിയുണ്ട്. അപ്പൊ അലാറം ഓഫാക്കാൻ ശരീരം പറയണ്ടേ, എണീക്കാൻ വയ്യല്ലോ, കുറച്ച് ഒന്നൊന്ന് സ്നൂസ് അല്ലേ, ഒന്ന് കഴിഞ്ഞിട്ടൊന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടൊരു ഇന്റർവെൽ. അത് പിന്നെ പോയി. നേരെ മറിച്ച് 4 മണിക്കാണ് ഫ്ലൈറ്റ്, 2-3 മണിക്ക് എയർപോർട്ടിൽ എത്തണം. നമ്മൾ ഉറങ്ങുന്നുണ്ട്, എണീക്കുന്നുണ്ട്, എത്തുന്നുണ്ട്. എന്തേ? ട്രെയിൻ മിസ്സായാൽ എയർപോർട്ട് മിസ്സാവും അല്ലേ? എന്നാൽ പിന്നെ ട്രെയിനിന് സ്റ്റേഷനിൽ നമ്മൾ കറക്റ്റ് എത്തുന്നുണ്ട്, ബസ് സ്റ്റോപ്പിലേക്ക് നമ്മൾ കറക്റ്റ് എത്തുന്നുണ്ട്, നമ്മുടെ ഡ്യൂട്ടിക്കും കറക്റ്റ് എത്തുന്നുണ്ട്. അപ്പൊ എന്തോ പ്രശ്നം നമ്മുടെ നഫ്സാണ്. നമ്മുടെ നഫ്സ് അത് നമ്മൾ ഉണരാൻ, നമുക്ക് നമ്മുടെ ബ്രെയിനിൽ അള്ളാഹു വെച്ച മെക്കാനിസത്തിന്റെ കുഴപ്പമല്ല. അലാറം കൊണ്ട് നമ്മൾ അറിയാതെ പോകുന്നതല്ല, അറിയുന്നുണ്ടല്ലോ. അപ്പം മറ്റെന്തെവിടെയോ അപാകതകൾ, പാളിച്ചകൾ സംഭവിക്കുന്നുണ്ട്. വഖാലിഫിൻ നഫ്സ്, നിന്റെ ശരീരം നിനക്കെതിരാണ്. വശൈത്താൻ, പിശാചും നിനക്കെതിരാണ്. വഅസ്ഹിമ, അവ രണ്ടാളും പറയുന്നതിന് എതിര് നീ ചെയ്തേക്ക്. ഒന്നാം നമ്പർ ഉപദേശമാണ് അവർ തരുന്നതെങ്കിൽ പോലും നീ അങ്ങ് തെറ്റിദ്ധരിച്ചേക്കും. അപ്പോ ഈ രണ്ട് ശക്തികൾക്കിടയിൽ നിന്നാണ് മലക്കിന്റെ അള്ളാഹുവിന്റെ ഭാഗത്തേക്ക് വിളിക്കുന്ന വിളിക്ക് നമ്മൾ ഉത്തരം നൽകാൻ പോകുന്നത്. അള്ളാഹുവിനോട് ഇവിടെ സഹായം ചോദിക്കണം. അല്ലാഹുവേ റബ്ബി അഊദു ബിക്, അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ കാവൽ ചോദിക്കുന്നു പടച്ചവനെ, മിൻ ഹമസാത്തി ശയാത്വീൻ, പിശാചുക്കൾ ഞങ്ങളുടെ മനസ്സിലേക്ക്, ബ്രെയിനിലേക്ക്, തലച്ചോറിലേക്ക് കയറി വരികയും അങ്ങനെ തിന്മയെ ഞങ്ങൾക്ക് നന്മയാക്കി കാണിച്ചു തരികയും ചെയ്യുന്ന ദുർബോധനത്തിൽ നിന്ന് കാക്കണേ പടച്ചവനെ. സുബ്ഹാനല്ലാഹ്, നമ്മളൊരു ഹദീസ് ഓർത്തു. അന്ത്യനാളിന്റെ അടയാളങ്ങളാകുമ്പോൾ വഇന്ന മിൻ ഉമ്മതി മൻ യസ്തഹില്ലൂന الربا വൽഹിറാ വൽമആസിഫ്. 3 വിഷയങ്ങൾ. അന്ത്യനാളിനോടടുക്കുന്ന സമയത്ത് എന്റെ ഉമ്മത്തികളിൽ 3 വിഭാഗം ഹറാമുകളെ ഹലാലുവൽക്കരിക്കുന്നവർ വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ശർഇന്റെ പച്ചയായ നസ്സുകൊണ്ട് ഹറാമായ വിഷയങ്ങൾ ഹലാലാക്കുവാൻ വെമ്പൽ കൊള്ളുന്നവർ. വഇന്ന മിൻ ഉമ്മതി മൻ യസ്തഹില്ലൂനൽ ഹിറാ വൽറിബാ വൽ മആസിഫ്. 3 വിഷയങ്ങൾ അത് ഹറാമാണെന്ന വിഷയത്തിൽ ഒരു സംശയമില്ല. പക്ഷേ അത് ഹലാലാക്കുന്ന ആളുകൾ വരും. അങ്ങനെ ഫത്വകൾ വരും, ഫത്വകൾ ഇറങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണ് വിഷയങ്ങൾ? അൽ ഹിറ. ഹിറ എന്ന് പറഞ്ഞാൽ വ്യഭിചാരം. വ്യഭിചാരം ഹലാലാണ് എന്ന് പറയുന്നവർ സമൂഹത്തിൽ വരും. ആരാണവർ? സ്വന്തം നഫ്സിന്റെ ശരീരത്തിന്റെ ഇച്ഛക്കൊത്ത് നടക്കുന്നവർ. വ്യഭിചാരം ഹലാലാന്ന് പറയും. എന്താ അതിന് ആയത്ത് തെളിവ്? പടച്ച തമ്പുരാനെ, യുദില്ലു ബിഹി കസീറ വയഹ്ദി ബിഹി കസീറ. ഖുർആൻ പിടിച്ചിട്ട് തന്നെ ഒരുപാട് ആളുകൾ അല്ലാഹു വഴിതെറ്റിക്കുന്നുണ്ട്. എന്തേ? അവർ ഖുർആൻ അപ്രോച്ച് ചെയ്തത് ആ രീതിയിലാണ്. വആതൈതും ഇഹ്ദാഹുന്ന ഉജൂറഹുന്ന. അല്ലേ, ഒരു പെണ്ണിനെ നിക്കാഹ് ചെയ്യാൻ അവർക്ക് അർഹമായ മഹർ നിങ്ങൾ കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞ വാക്ക് ഉജൂർ എന്ന് അള്ളാഹു പ്രയോഗിച്ചു. ഇൻഷാ അല്ലാഹ് എന്തേ ആ പ്രയോഗം അള്ളാഹു നടത്തിയതിന്റെ കാരണം നമ്മൾ അത്തരം ആയത്തുകൾ വരുന്ന സമയത്ത് വിശദീകരിക്കാം. ഉജൂർ എന്ന് പറഞ്ഞാൽ, ഉജറത്ത് എന്ന് പറഞ്ഞാൽ ടാക്സി എന്നാണല്ലോ. സയ്യാറത്ത് ഉജറ. ഉജറ എന്ന് പറഞ്ഞാൽ ഫെയർ, കാശ്, പൈസ കൊടുത്തു എന്നും അതിനെ ഡിക്ഷണറി വെച്ച് അർത്ഥം നോക്കിയാൽ കിട്ടും. പക്ഷെ ഖുർആനിന്റെ അർത്ഥം അവിടെ മഹർ കൊടുത്തു എന്നാണ്. അതങ്ങോട്ട് മാറ്റിയിട്ട് ഒരു പെണ്ണിന് പൈസ കൊടുത്താൽ പിന്നെ വ്യഭിചാരം ഹലാല, ഇത് പറയുന്ന ആളുകൾ ഈ നാട്ടുകാരുണ്ട്, ദീൻ അറിയുന്നവരുണ്ട്. പക്ഷേ ദുർവ്യാഖ്യാനം ചെയ്യുക. അങ്ങനെ ഉണ്ടല്ലോ, പൈസ കൊടുക്കണം, അല്ലാതെ വെറുതെ പറ്റില്ല. സുബ്ഹാനല്ലാഹ്. വഇന്ന മിൻ ഉമ്മതി, എന്റെ ഉമ്മത്തികളിൽ വരുന്ന ഒരു വിഭാഗം, മൻ യസ്തഹില്ലൂനൽ ഹിറാ, വ്യഭിചാരം ഹലാലാണെന്ന് പറയുന്നവർ എന്റെ ഉമ്മത്തികളിൽ വരാൻ പോകുന്നുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറ, എന്തേ? നഫ്സിനത് ഇഷ്ടമാണ്, പിശാചിനത് ഇഷ്ടമാണ്, അതുകൊണ്ട് അങ്ങനെയായി. പിശാചിന് ഇഷ്ടമാണ്, നഫ്സിന് ഇഷ്ടമാണ്. പിന്നെ അതിനൊരു ജസ്റ്റിഫിക്കേഷൻ വേണം, ഒരു ന്യായീകരണം, ഒരു മുബർറിറാത്ത് വേണം. അതിന് എന്തെങ്കിലും പിടിച്ചാൽ പറയുന്നേ. പിന്നെ പറഞ്ഞു വൽറിബ, പലിശ. അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധം പ്രഖ്യാപിച്ച സംഗതിയാണ് പലിശ എന്നത്, റിബ എന്നത്. അല്ലാഹു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നുവെന്നാണ്. ഖാതലഹുമുല്ലാഹ്, അല്ലാഹു അവരോട് യുദ്ധം പ്രഖ്യാപിച്ചു. ജൂതന്മാരെന്താ പറഞ്ഞത്? ലഅനല്ലാഹുൽ യഹൂദ, ജൂതന്മാരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. എന്തേ കാരണം? അവരിങ്ങനെ പറഞ്ഞു. വഖൗലിഹിം, അവരിങ്ങനെ പറഞ്ഞു, ഇന്നമൽ ബൈഉ മിസ്ലുർ റിബ, കച്ചവടവും പലിശയും ഒന്നു തന്നെയാണല്ലോ എന്നവർ പറഞ്ഞു. കച്ചവടം ചെയ്യുമ്പോൾ 10 റുപ്യയുടെ സാധനത്തിന് ഒരു 10 റുപ്യ ഏറെയായി 20 കിട്ടുന്നുണ്ടല്ലോ. പലിശക്കും അങ്ങനെ 10ന് 20 കിട്ടിയാൽ രണ്ടും കച്ചവടവും ഇതും ഒരുപോലെയാണല്ലോ. സുബ്ഹാനല്ലാഹ്. വിരുദ്ധമായ രണ്ടിനെയും അത് സിമിലറാണ് എന്ന് പറഞ്ഞതിനെ ദുർവ്യാഖ്യാനം ചെയ്തു. അള്ളാഹു അവരെ ശിക്ഷിക്കുന്നല്ല പറഞ്ഞത്, അത് മാത്രമല്ല ലഅനല്ലാഹ്, അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. പടച്ചവൻ പറഞ്ഞു, അഹല്ലല്ലാഹുൽ ബൈഅ വഹറമർ റിബ, അള്ളാഹു തആല ബൈഅ ഹലാലാക്കുകയും കച്ചവടം ഹലാലാക്കുകയും പലിശയെ അള്ളാഹു ഹറാമാക്കുകയും ചെയ്തിരിക്കുന്നു. ഖുർആനിന്റെ നസ്വാൻ. പക്ഷേ ഇന്ന മിൻ ഉമ്മതി, എന്റെ ഉമ്മത്തികളിൽ പച്ചയായ പലിശയെ അത് ഹലാലാണെന്ന് പറയുന്നവർ വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ മആസിഫ്, മ്യൂസിക് ഉപകരണങ്ങൾ, മ്യൂസിക് വാദ്യോപകരണങ്ങൾ അത് ഹലാലാണെന്ന് പറയുന്നവർ, ഇത്രയൊക്കെ പറ്റുമെന്ന് പറയുന്നവർ, ഇത്രയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുന്നവർ. സുബ്ഹാനല്ലാഹ്. ഈ ചില വിഷയങ്ങൾ നമ്മൾ അങ്ങോട്ട് നമ്മൾ അങ്ങനെ ഒരു ഏത് വിഷയത്തിലും നമ്മൾ എന്തിലും അങ്ങനെ കേൾക്കുകയാണ്, ഏതിലും മ്യൂസിക് കേൾക്കുകയാണ്, എവിടെയും മ്യൂസിക്കുണ്ട്, ഏത് പാട്ടിനും കൂടെ ഉണ്ട്. അത് ദീനി പാട്ടിനും അല്ലാത്തതിനും ഒക്കെ ധാരാളം. ഇതങ്ങനെ നടക്കുമ്പോൾ ഇതിപ്പോ എന്താ ഹറാം എന്ന് പറയാൻ എന്തിരിക്കുന്നു? സ്വാഭാവികമായും അതിന്റെ ആ ഒരു ഫെമിലിയാരിറ്റി, അതിന്റെ പോപ്പുലാരിറ്റി കൊണ്ട് നമ്മളത് ഹറാമാണെന്ന് മനസ്സിലാക്കാതെ പോവാണ്. എന്നാൽ ഇത് ഹലാൽ വൽക്കരിക്കുന്നവർ വരും. ഇത് ഹലാലാന്ന് പറയുന്നത് ഇത് കുഴപ്പമില്ല, നമ്മുടെ ഈ പാട്ടല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല, എന്നിട്ടെങ്കിലും ആൾക്കാർ കേട്ടോട്ടെ. അങ്ങനെ ഒരു സംഗതി ഇല്ലല്ലോ, അങ്ങനെ ഒരു സംഗതി ഇല്ല. അല്ലാഹു തആല ഹറാമാക്കിയ ഒന്ന് ഹിദായത്തിന്റെ ഒരു വഴി ആവില്ലല്ലോ. എങ്ങനെയാണത്?
അള്ളാഹ് ഹറാമാക്കി ഒന്നിലും ശിഫ വെച്ചിട്ടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂത്രച്ചൂടുണ്ടെന്ന് പറഞ്ഞ് കള്ളുടിക്കുന്ന ആൾക്കാരുണ്ട്. എങ്ങനെ അതിന് കള്ള് ശിഫയാവുക? അള്ളാഹു പച്ചയായ ഹറാമാക്കിയ സംഗതി എങ്ങനെ ശിഫയാവുക? അള്ളാഹു ഹറാമാക്കിയത് ഒരിക്കലും ശിഫയാകില്ല. ഹറാമാക്കിയതിൽ ശിഫയില്ല. അള്ളാഹു ഹറാമാക്കിയതിൽ ശിഫാഅൻ ഒരു ശിഫയെയും അള്ളാഹു വെച്ചിട്ടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ നഫ്സാണ് പ്രശ്നം. ശരീരത്തിനത് ഇഷ്ടമാണ്. മ്യൂസിക് കേൾക്കാൻ എന്തൊരു ഭംഗിയാ. അപ്പൊ കുട്ടികളൊക്കെ, പ്രത്യേകിച്ചും കുട്ടികളുടെയൊക്കെ ആ ഒരു മെന്റാലിറ്റി അങ്ങനെയാണ്. അവര് അങ്ങനെ പറഞ്ഞേക്കും, ഇത് എനിക്ക് ഈ പാട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞേക്കും. നമ്മ ഖുർആനല്ലേ കേൾക്കേണ്ടത്, എനിക്ക് ഈ പാട്ടാണ് ഇഷ്ടം. അത് കേൾക്കാൻ കുട്ടികളെ സംബന്ധിച്ചുള്ള പ്രശ്നമല്ല, അവർ തക്ലീഫിന്റെ പ്രായത്തിൽ എത്തിയിട്ടില്ല. പക്ഷെ വലിയവരെ സംബന്ധിച്ചു പോലും അത് പിശാച് ഭംഗിയാക്കി കാണിക്കുന്ന സംഗതിയാണ്. പലിശയുടെ വിഷയം അങ്ങനെ 5 കാശ് ചെലവാകാതെ കാശിങ്ങോട്ട് വരുന്ന സംഗതിയാണത്, അല്ലേ? തന്റെ ക്യാപിറ്റൽ ഒന്നും കുറയുന്നില്ല, എത്രയാണോ ഉള്ളത് ആ ക്യാപിറ്റൽ വെക്കുന്നു, അതിന്റെ മുകളിലേക്ക് പൈൽഡ് ഓൺ പ്രോഫിറ്റ്സ്, അവൻ പറയുന്ന ലാഭം അവന് കിട്ടുകയും ചെയ്യുന്നു. അപ്പൊ നഫ്സ് പറയുന്നു തരക്കേടില്ലല്ലോ. ഇതൊക്കെ നമ്മൾ ചെന്ന് മുസ്ലിമീങ്ങളോട് പറഞ്ഞ അവര് പറയും കാശ് കിട്ടുന്ന ഏർപ്പാടുകളൊന്നും മാപ്പിളാർക്ക് ഹലാലുമല്ല, അല്ലേ? കാശ് കിട്ടുന്ന പല ഏർപ്പാടും നമുക്ക് ഹലാലല്ല. എന്താ ചെയ്യുക? അങ്ങനെയാണ്. കാരണം നമ്മൾ ഇവിടെ കഴിഞ്ഞാൽ മാത്രം പോരെന്ന് ചിന്തിക്കുന്നവരാണ്. നമുക്ക് അവിടെ കഴിയാനുള്ളവരാണ്, ആഖിറത്തിലേക്ക് പോകാനുള്ളവരാണ്. അപ്പോ പിശാച് പല വിഷയത്തിലും ഇടപെടും. മുഅ്മിനീൻ, നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നഫ്സും പിശാചും തമ്മിലുള്ള വ്യത്യാസം, നഫ്സ് പറയാ ഏതെങ്കിലും ഒരു തെറ്റിലേക്കാണ് നഫ്സ് ഫോക്കസ് ചെയ്യുക. ആ തെറ്റ് ചെയ്യാൻ ശരീരം പിന്നെയും 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 നമ്മെ പിന്നാലെ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ മനസ്സിലാക്കണം, ഇത് നഫ്സിന്റെ ഭാഗത്തു നിന്നുള്ള ദുർബോധനമാണ്. പിശാച് അങ്ങനെയല്ല. ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റ് നമ്മൾ ചിന്തിപ്പിച്ചു, അത് ചെയ്യാൻ നമ്മൾ ഇങ്ങനെ ഒരുങ്ങുന്നു, വേണ്ടാന്ന് വെക്കുന്നു. അപ്പൊ പറയുന്ന പിന്നെ വേറൊന്നാകാം, വേറൊരു തെറ്റ് ചെയ്യിക്കാം, അത് വേണ്ട നോക്കും, മറ്റൊന്ന്. ഇങ്ങനെ പിശാചിന്റെ ലക്ഷ്യം നമ്മൾ തെറ്റ് ചെയ്തിരിക്കണം എന്ന്, അള്ളാഹുവിനെ ഇസ്യാൻ ചെയ്യണം എന്നാണ്. അത് ഒന്നല്ലെങ്കിൽ മറ്റൊന്നിലൂടെ പിശാച് ഇങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ വരുമ്പോൾ അത് പിശാചിൻ്റെതാണ്. നഫ്സ് ഒന്നിൽ ഇസ്റാർ ചെയ്യുമെന്നാണ്. നഫ്സ് ഒന്നിൽ തന്നെ ഇൻസിസ്റ്റ് ചെയ്യും, ഇത് ഈ തെറ്റ് ചെയ്യണം, ആ തെറ്റ്, അത് ഇപ്പോഴല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ അടുത്ത വർഷം, അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും ഒരു തെറ്റിലേക്ക് നഫ്സിനെ എങ്ങനെ പിടിച്ചു നിർത്തും. ഇത് നഫ്സിന്റെ പാപമാണ്, നഫ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ദുർബോധനമാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, ബഹുമാനപ്പെട്ടവർ നിരപരാധിയായിരിക്കെ ബഹുമാനപ്പെട്ടവരുടെ മേലൊരു അക്യൂസേഷൻ ഉണ്ടായപ്പോ, അല്ലേ, അസീസ് എന്ന് പറയുന്ന ഈജിപ്തിലെ പ്രമുഖന്റെ ഭാര്യ ഈ മഹാനായ യൂസുഫ് നബി അലിഹിസ്സലാമിനെ സെഡ്യൂസ് ചെയ്തു. ബഹുമാനപ്പെട്ടവർ അതിന് വഴങ്ങിയില്ല. പക്ഷേ യൂസുഫ് അലിഹിസ്സലാമിന്റെ നിരപരാധിത്വം അസീസ് എന്നവർക്ക് അറിയാമായിരുന്നു. മഹാനായ യൂസുഫ് അലിഹിസ്സലാം ഒരു വാക്ക് പറഞ്ഞു, വമാ ഉബർരിഉ നഫ്സി وما أبرئ نفسي إن النفس لأمارة بالسوء. എന്റെ നഫ്സ് തീർച്ചയായും തെറ്റിൽ നിന്ന് ബരീആണ് എന്ന അവകാശവാദമല്ല ഇത്. ഞാൻ ഈ വിഷയത്തിൽ നിരപരാധിയാണ്. ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ. മനുഷ്യന്റെ ശരീരം തിന്മ കൊണ്ട് ധാരാളം മനുഷ്യനോട് പ്രേരിപ്പിക്കുന്നതാണ്. പല ലേസിനെസ്സും അങ്ങനെയാണ്. നമ്മുടെ പല മടിയും, നമുക്ക് തോന്നുന്ന ഒരു വിഷയത്തിന് മടി വരിക. നബി തങ്ങൾ കാവൽ ചോദിച്ച വിഷയമല്ലേ, വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ. ലേസിനെസ് എന്ന് പറയുന്നത് വലിയൊരു അദാബാണ്. മടി വരെ, നിസ്കരിക്കാൻ മടി, ഖുർആൻ ഓതാൻ മടി, ദിക്ർ ചൊല്ലാൻ മടി, സ്വലാത്തിന് ഇരുന്നാൽ പിന്നെ ഉറക്കം തൂക്കുക, എങ്ങനെയായാലും നല്ലൊരു വിഷയത്തിന് ഇരുന്നാൽ പിന്നെ എന്തെങ്കിലും ഒരു തടസ്സം. ഇത് വലിയൊരു അദാബാണ്. കാവൽ ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നഫ്സിന്റെ ഭാഗത്ത് നിന്ന് നമ്മെ തിന്മയിലേക്കുള്ള വിളിയാളം വരും, പിശാചിന്റെ ഭാഗത്ത് നിന്ന് വരും. എന്ത് ചെയ്യാം? അള്ളാഹുവിനോട് ദുആ ഇറക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന മനസ്സുകൊണ്ട് ഉറപ്പിച്ച്, അള്ളാഹുവേ തെറ്റിലേക്ക് ഞാൻ ഇല്ല പടച്ചവനെ എന്ന് അള്ളാഹുവിലേക്ക് മുന്നിട്ട് നിന്ന് നമ്മൾ ആ വാക്ക് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പിശാചിൽ നിന്ന് ഉടനെ അല്ലാഹു തആല നമുക്ക് ഇൽത്തിഫാത്ത് തരും. ഖന്നാസ് എന്ന പിശാചിന്റെ പേര്. ഖന്നാസ് എന്ന് പറഞ്ഞാൽ ഇദാ ദുകിറ ഖനസ്, അള്ളാഹുവിനെ സംബന്ധിച്ചാണ് പറഞ്ഞാൽ തല താഴ്ത്തി ഓടുന്ന ആൾ എന്നാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബിയുടെ കൂടെ നടക്കുമ്പോൾ നബി തങ്ങൾ അന്ന് ആ സമയത്ത് യാത്ര ചെയ്തത് ഒരു കഴുതപ്പുറത്തായിരുന്നു. ആ കഴുതങ്ങട്ട് കാല് തെറ്റി തങ്ങൾ വീഴാൻ പോയപ്പോ സഹയാത്രികനായ റദീഫ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബി പറഞ്ഞു, തഅസ ശൈത്താൻ, പിശാച് നശിക്കട്ടെ എന്ന് പറഞ്ഞു. തങ്ങൾ പറഞ്ഞു, അങ്ങനെ പറയല്ലേ, ഇദാ ഖുൽതഹ, നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ തആദമ, പിശാച് വലിയ ആളാവും. പിശാചിന്റെ നാശം എന്ന് പറഞ്ഞാൽ അവൻ വലിയ ആളാവും. പിന്നെന്താ പറയേണ്ടത്? ഉദ്കുരില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം. ഇപ്പൊ തഅസ ശൈത്താൻ എന്ന് പറഞ്ഞാൽ നശിക്കട്ടെ എന്ന വാക്കാണ് തഅസ. ശൈത്താൻ നശിക്കട്ടെ. ഇതിൽ അല്ലാഹുവിനെ പറ്റി വല്ലതും പറഞ്ഞോ? നബിയെ പറ്റി വല്ലതും പറഞ്ഞോ? അള്ളാഹുവിന്റെ എന്തെങ്കിലും ഒരു നാമം ഉച്ചരിച്ചോ? ഇല്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് പറയപ്പെടുമ്പോൾ നമ്മൾ ഒരു ഉദാഹരണം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. അള്ളാഹുവിന്റെ ഒരു കലാം, അത് ബിസ്മില്ലാഹ് ആണെങ്കിൽ ഖുർആൻ ആണെങ്കിൽ പിന്നെ ഒന്നും പ്രശ്നമല്ല, അള്ളാഹുവിന്റെ വചനങ്ങൾ. നേരെ മറിച്ച് മറ്റേതെങ്കിലും രീതിയിൽ പിശാചിനെ നമ്മൾ ചീത്ത പറഞ്ഞതുകൊണ്ടും പിശാച് പോകില്ല. അവൻ പോകുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോഴാണ്. സുബ്ഹാനല്ലാഹ്. ഇദാ ദുഖിറല്ലാഹു ഖനസ്, അള്ളാഹുവിനെ പറ്റി പറഞ്ഞാൽ തല താഴ്ത്തി ഓടും. സംഗതി എളുപ്പമാണ്, പക്ഷെ ഈ ഒരു ബോധം നമുക്ക് വേണം. നമ്മൾ തിന്മയിലേക്ക് പോവാണ്, തിന്മയിലേക്ക് നമ്മൾ വലിച്ചിഴക്കപ്പെടുകയാണെന്ന് അറിയുന്നു. അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർത്താൽ നമുക്ക് ഇവിടെ നിന്ന് രക്ഷ കിട്ടുമെന്നറിയാം. പക്ഷേ അത് ഓർക്കാനും അത് പറയാനുമുള്ള തൗഫീഖ് ഉണ്ടാകണം. അതിനാണ് അള്ളാഹു ദുആരക്കാൻ പറഞ്ഞത്, അല്ലാഹുമ്മ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്തീൻ. പടച്ചവനെ, പിശാചുക്കൾ ഞങ്ങളെ തിന്മ കൊണ്ട് ചെയ്യിപ്പിക്കാൻ മുതിരുന്നവരാണ്, അവരിൽ നിന്ന് ഞങ്ങൾക്ക് കാവൽ തരണം. സൂറത്തുൽ ഫാത്തിഹ എന്നത് സൂറത്തു തഅലീമിൽ മസ്അല എന്ന ഫാത്തിഹയുടെ ഒരു പേരാണ്. സൂറത്തു തഅലീമിൽ മസ്അല, അള്ളാഹുവിനോട് എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന സൂറയാണ് സൂറത്തുൽ ഫാത്തിഹ. അള്ളാഹിനോട് ചോദിക്കേണ്ടത് എങ്ങനെയാണ്, അതിലൊരൊറ്റ ചോദ്യമേ ചോദിച്ചിട്ടുള്ളൂ. ആ ചോദ്യത്തിന്റെ മുന്നോടിയാണ് അതിന് മുമ്പുള്ള എല്ലാ ആയത്തുകളും. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ ഞങ്ങൾക്ക് നേരായ മാർഗത്തിലേക്ക് വഴിതരണം പടച്ചവനെ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നിന്റെ നിഅമത്തുകൾ എമ്പാടും കിട്ടിയ ആളുകളുണ്ടല്ലോ റബ്ബേ, അവരുടെ കൂടെ ഞങ്ങളെയും ചേർക്ക്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ ദേഷ്യം സമ്പാദിച്ചവരല്ല ജൂതന്മാർ. വലദ്ദാലീൻ, പിഴച്ചുപോയവരല്ല ക്രിസ്ത്യാനികൾ. അതുപോലെയുള്ള ആള്, അവരുടെ മാർഗം ഞങ്ങൾക്ക് വേണ്ട പടച്ചവനെ. ക്രിസ്മസ് നടക്കുകയാണ്. ഈ ക്രിസ്മസ് ട്രീയും സാന്റാക്ലോസും ഇതൊക്കെ നമുക്ക് പറ്റിയ പരിപാടികളാണോ? അല്ല. പിശാച് നമുക്കത് ഇങ്ങനെ വലിയ ഉഷാറാക്കി തരും. അങ്ങനത്തെ ആ രീതിയിലുള്ള പാട്ടുകൾ, ആഘോഷങ്ങൾ ഇസ്ലാമിൽ പറ്റുമോ? ഇല്ലല്ലോ, അന്യമാണ്. പക്ഷെ പിശാച് പിശാച് അതൊക്കെ നല്ല കാര്യമാണെന്ന് ഇങ്ങനെ നമുക്കിങ്ങനെ തോന്നിപ്പിച്ചു തരാൻ, നമ്മുടെ തോന്നുകയാണ് അതിലൊക്കെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്താലേ നമുക്ക് എന്തെങ്കിലും ഒരു ഇമേജ് വരുള്ളൂ എന്ന് നമുക്കൊണ്ട് തോന്നിപ്പിക്കുകയാണ്. അതിന്റെ ആവശ്യമില്ല. എല്ലാ ആളുകൾക്കുമുള്ള റിലീജിയസ് ഫ്രീഡം എമ്പാടും ഇവിടെ ഉണ്ട്. എന്നാലും നമുക്ക് തോന്നുക അവരൊന്ന് സന്തോഷിച്ചോട്ടെ, നമ്മളൊന്ന് ടേക്ക് പാർട്ട് ചെയ്യാം. സുബ്ഹാനല്ലാഹ്. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ ആചാരം ഒരാൾ കൊണ്ടു നടന്നാൽ അയാൾ അവരിൽപ്പെട്ടവനാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ബർത്ത്ഡേ എന്ന് പറയുന്ന സംഗതിയൊക്കെ നമ്മുടെ മുസ്ലിം കുടുംബങ്ങളിലൊക്കെ വല്ലാതെ കൂടുന്നുണ്ട്. ഇസ്ലാമികമാണോ? ഒരു കുഞ്ഞിന്റെ ജനനം, ഇന്ന ഡേറ്റ് ഓഫ് ബർത്തിന് ഡിസംബർ 23 കുട്ടി ജനിച്ചു, ആ ദിവസം വന്നപ്പോ നമ്മൾ ആ കുട്ടിയുടെ ജനനം, ആ കുട്ടി ഒരു വലിയാണെങ്കിൽ തിരക്കേടില്ല, അതൊരു നബിയാണെങ്കിൽ തിരക്കേടില്ല, അതൊരു സ്വാലിഹാണെങ്കിൽ ആ നന്മയുടെയും സ്വലാഹിന്റെയും ഓർമ്മയാണ് നമ്മൾ പുതുക്കുന്നത്. ഇതൊന്നുമല്ല, ജനിച്ചു നമുക്ക് ഇത്ര വയസ്സായി എന്നപ്പോ പറയണില്ല. നമ്മളൊക്കെ ബർത്ത്ഡേ, വാപ്പാന്റെ ബർത്ത്ഡേ മക്കൾ ആഘോഷിക്കുന്നുണ്ട്, വാപ്പാക്ക് ബർത്ത്ഡേ കേക്കും കൊണ്ടുവന്ന് വരുന്നുണ്ട് അല്ലെ. വയസ്സൊന്ന് കഴിഞ്ഞു, മരണത്തിലേക്ക് ഒന്നുകൂടെ അടുക്കാൻ പോവാണ്, നമ്മൾ ചിന്തിക്കുന്നില്ല. പക്ഷെ ആ ആചാരം നമ്മുടേതാണോ? ഇസ്ലാമിന് ലാ തമുദ്ദു ഇലൽ ഇസ്ലാമി ബിസുല, ഇസ്ലാമിലേക്ക് അതിന് ഒരു ബന്ധവുമില്ല. സുബ്ഹാനല്ലാഹ്. വെറുതെ ഒരു കുട്ടിന്റെ ജനനം ആഘോഷിക്കുക, എന്തിരിക്കുന്നു? ദീനിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന്റെ വയസ്സുകൾ ആ മനുഷ്യനെ ചിന്തിപ്പിക്കേണ്ട സംഗതിയാണ്. പടച്ചവനെ, ഞാനിപ്പോ എന്ത് ചെയ്തു? ഒരു കുട്ടിക്ക് 10 വയസ്സായി, 9 വയസ്സായി, ആ കുട്ടി മോൾ എന്ത് പഠിച്ചു? 10 വയസ്സുകൊണ്ട് ഇത്രയും വർഷം മോള് ഖുർആൻ ഓതാൻ പഠിച്ച് എത്ര സൂറത്തുകൾ മനഃപ്പാഠമാക്കി? അങ്ങനെ ഒരു അസസ്മെന്റ് നടക്കുക. അതൊന്നുമില്ല. വെറുതെ ഒരു കേക്ക് മുറിച്ച് ആഘോഷിച്ച് ആളുകളെ വിളിച്ച് വെറുതെ കാശ് ചെലവാക്കി. എന്തിനാണ്? ദീനിന്റെ പുറത്താണ്. പിശാച്, അതൊക്കെ ചെയ്തില്ലെങ്കിൽ നമ്മളൊക്കെ ഒരു
നമ്മളൊക്കെ ഒരു ലോകം തിരിയാത്ത ആൾക്കാരാണോ എന്ന് മറ്റുള്ളവർ വിചാരിച്ചേക്കും. അതുകൊണ്ട് നമ്മളും പറയാ, കുട്ടിന്റെ ബർത്ത്ഡേ ഉണ്ടോ നിങ്ങളൊക്കെ വരണം, ഒരു ഇൻവിറ്റേഷൻ ലെറ്ററും കൊടുത്തേക്കാം സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും. സുബ്ഹാനല്ലാഹ്. സയ്യന ലഹുമുശ് ശൈത്വാനു അഅമാലഹും. പിശാച് ഇതൊക്കെ നല്ല കാര്യങ്ങളാണെന്ന് മനുഷ്യർക്ക് ഇങ്ങനെ ഭംഗിയാക്കി കൊടുക്കുകയാണ്. പടച്ച റബ്ബേ, നമ്മൾ ചിന്തിക്കാറുണ്ടോ അങ്ങനെ എത്രയെല്ലാം സംഗതികൾ? അല്ലാഹുവിനോട് പറയാണ്, പടച്ചവനെ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ആചാരങ്ങൾ ഞങ്ങൾക്ക് വേണ്ട പടച്ചവനെ, നിന്റെ മുഅ്മിനീങ്ങളും സ്വാലിഹീങ്ങളുമായ ഇബാദുകൾ പോയ ആ വഴിയിലേക്ക് ഞങ്ങൾക്ക് ഹിദായത്ത് തരയണമേ എന്ന ഒരൊറ്റ ദുആഇന് വേണ്ടിയാണ് നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ 5 ആയത്തുകൾ പറഞ്ഞ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആ 2 ആയത്തുകൾ കൂടെ പറയുന്ന ദുആഇന്റെ മുന്നൊരുക്കമാണ് ആദ്യത്തെ 5 ആയത്തുകൾ. അല്ലാഹുവേ ഞങ്ങൾക്ക് സന്മാർഗം തരയണമേ. ആരുടേത്? നീ നിഅമത്ത് ചെയ്തവരുടേത്, നിന്റെ തെറ്റ് സമ്പാദിച്ചവരുടെ ഞങ്ങൾക്ക് വേണ്ട. നിന്റെ കോപം സമ്പാദിച്ചവർ, അതിന്റെ ഉദ്ദേശം തന്നെ ജൂതന്മാരാണ്, ക്രിസ്ത്യാനികളാണെന്ന് അവിടെ മുഫസ്സിരിങ്ങൾ പറയുന്നു. അള്ളാഹുവിന്റെ ദേഷ്യം കിട്ടിയവരുടെ മാർഗം വേണ്ട റബ്ബേ, ഞങ്ങൾക്ക് നീ സ്വാലിഹീങ്ങളുടെ മാർഗം തരണം. ഇത് പറഞ്ഞിട്ടാ ഖുർആൻ തുടങ്ങിയത് അല്ലേ? സൂറത്തുൽ ബഖറ അങ്ങോട്ട് തുടങ്ങിയ അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഇത് മുത്തഖീങ്ങൾക്ക് സന്മാർഗമാണ്. ആരാണ് മുത്തഖീങ്ങൾ? ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂനസ് സ്വലാത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം. ഇത് അല്ലാഹുവിന്റെ ഹുദയാണ്, സന്മാർഗമാണെന്ന് ഖുർആൻ മുഴുവൻ അങ്ങോട്ട് ഓതിക്കഴിഞ്ഞ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, അല്ലാഹുവേ കാവൽ തരയണമേ, മിൻ ശർരി മാ ഖലഖ്, നീ പടച്ച ഷർറുകളിൽ നിന്ന്, വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, രാത്രിയിൽ സംഭവിക്കുന്ന ഷർറുകളിൽ നിന്ന്, വമിൻ ശർരി നഫാസാത്തി ഫിൽ ഉഖദ്, സിഹർ ചെയ്യുന്നവരുടെ ഷർറിൽ നിന്ന്, വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയക്കാരുടെ ഷർറിൽ നിന്ന് കാവൽ തരയണമേ. അടുത്ത സൂറത്ത് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ജനങ്ങളുടെ രക്ഷിതാവായവനെ, മലിക്കിൻ നാസ്, ജനങ്ങളുടെ രാജാവായവനെ, ഇലാഹിൻ നാസ്, ജനങ്ങളുടെ ആരാധ്യനായ പടച്ചവനെ, നിന്നോട് കാവൽ ചോദിക്കുന്നു. എന്താ വിഷയം? മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, മനുഷ്യരുടെ മനസ്സുകളിലുള്ള ഈമാനിനെ ഇളക്കാനും സംശയമുണ്ടാക്കാനും വസ്വാസ് ഉണ്ടാക്കുന്ന പിശാചിൽ നിന്ന് കാവൽ തരണം. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസി മിനൽ ജിന്നതി വന്നാസ്, മനുഷ്യരിലും ജിന്നുകളിലുമുള്ള പിശാചുക്കളിൽ നിന്ന് കാവൽ തരയണമേ. ഒരു ദുആയാണ്. ഖുർആൻ അവസാനിക്കുന്നത് ദുആയാണ്, ഖുർആൻ തുടങ്ങിയതും ദുആയാണ്. തുടങ്ങിയപ്പം പറഞ്ഞു സന്മാർഗം തരണം. ഇത് ഫുൾ ഖുർആൻ മുഴുവനും സന്മാർഗം. അവസാനിക്കാൻ പടച്ചവനെ ഇതൊക്കെയാണ് സന്മാർഗമെന്ന് ഞാൻ അറിഞ്ഞു, പക്ഷേ പിശാച് എന്നെ പഴപ്പിക്കും, വസ്വാസ് ഉണ്ടാക്കും. ഖുർആൻ ഹക്കാണെന്നറിയാം, നിന്റെ ആഖിറം ഹക്കാണെന്നറിയാം, പക്ഷേ എനിക്ക് സംശയങ്ങൾ ഇട്ടുതരും. അല്ലാഹുവേ അവന്റെ വസ്വാസിൽ നിന്ന് കാക്കണം. എന്തൊരു ബന്ധമാണ് ഖുർആനിന്റെ തുടക്കവും അവസാനവും തമ്മിൽ. ഹിദായത്ത് ചോദിച്ചു, പടച്ചവനെ ഹിദായത്ത് കിട്ടാൻ തടസ്സം വരൽ പിശാചായിരിക്കും, വസ്വാസ് ഉണ്ടാക്കും. വസ്വാസിന്റെ അർത്ഥം ഉളുണ്ടാക്കുമ്പോൾ 4 വട്ടം 7 വട്ടം അത് മാത്രമല്ല വസ്വാസ്. അത് വസ്വാസിന്റെ നമ്മൾ പറയുന്ന മനസ്സിലാക്കിയ ഒരു വസ്വാസിന്റെ ഒരു രീതിയാ. അപ്പൊ ഇവിടെ പറഞ്ഞ വസ്വാസ് അതല്ല, ഈമാനിൽ സംശയം ഉണ്ടാക്കും. വെറുതെ സംശയം ഉണ്ടാക്കും. അള്ളാഹുവിനെ സംബന്ധിച്ച് സംശയം ഉണ്ടാക്കുക, ആഖിറത്തെ സംബന്ധിച്ച് സംശയം ഉണ്ടാക്കുക, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് സംശയം വരിക, നമ്മുടെ അഖീദയെ സംബന്ധിച്ച് സംശയം വരിക. കഴിഞ്ഞില്ലേ ഫൗണ്ടേഷൻ? കഴിഞ്ഞില്ലേ? ഫൗണ്ടേഷൻ തീർന്ന പിന്നെ എന്താ? അങ്ങനെ പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് കാവൽ തരയണമേ പടച്ചവനെ എന്ന് ചോദിക്കാൻ അള്ളാഹുവിന്റെ 3 ഇസ്മ വെച്ചിട്ടാണ് വിളിച്ചിട്ടുള്ളത് അല്ലേ? തൊട്ടുമ്പത്തെ സൂറത്തിൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്നാണ്. പ്രഭാതത്തിന്റെ റബ്ബേ ഞങ്ങൾക്ക് 4 വിഷയത്തിൽ നിന്ന് കാവൽ തരണം. ഇവിടെ ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, മലിക്കിൻ നാസ്, ഇലാഹിൻ നാസ്.
ഇലാഹായവനെ, റബ്ബായവനെ, മലിക്കായ പടച്ചവനെ, മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, പിശാചിൽ നിന്ന് കാവൽ തരണം. അള്ളാഹു പഠിപ്പിക്കുകയാണ്. ഖുർആൻ അവസാനിക്കുമ്പോ പഠിപ്പിക്കുകയാണ്, നിങ്ങളിത് ചൊല്ലണം. പിശാച് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. പിശാച് നിങ്ങൾക്ക് നിങ്ങളുടെ സന്മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അവൻ കൂടെ കാണും. അതുകൊണ്ട് പിശാചിന്റെ ശല്യമുള്ള എല്ലാ വിഷയങ്ങളിലും നമ്മൾ ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്കും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഓതുക. അതോടൊപ്പം തന്നെ ഒരു മുഅ്മിനായ മനുഷ്യൻ വുദു ഉള്ളവനായിരിക്കുക. എപ്പോഴും വുദു ഉണ്ടായാൽ പിശാചിന്റെ ശല്യം ഉണ്ടാവും. വുദു മുറിഞ്ഞാൽ ഉടനെ പോയി വുദു എടുക്കുക. തണുപ്പുള്ള സമയത്ത് വുദു എടുത്തപ്പോ കുറച്ചൊക്കെ തണുപ്പുള്ള സമയമാണ്. അപ്പൊ ഇങ്ങനെ ഇത്ര തടവിയാ മതി ഉസ്താദേ, എന്നാ പിന്നെ അവിടെ കിടക്കട്ടെ, അതിനപ്പുറത്തേക്ക് വേണ്ട. ഇവിടെ എത്തിയാ മതിയോ കൈ? എന്നാ പിന്നെ മേലക്കൊന്നും കഴുകണ്ട, തണുപ്പല്ലേ, വയ്യ. ഇസ്ബാഹുൽ വുദൂഇ അലൽ മകാരിഹ്. നമുക്ക് വലിയ പ്രയാസമുള്ള സമയത്ത് വുദു അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് എടുത്താൽ മിനർ റിബാത്ത്, ഇസ്ലാമിക സാമ്രാജ്യത്തിന് വേണ്ടി ജീവൻ പണയം വെച്ച് കാവൽ ജോലി ചെയ്യുന്ന പട്ടാളക്കാർക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം പോലോത്ത പ്രതിഫലം. പ്രയാസം ഉണ്ടാകുന്ന സമയത്ത്, കാലാവസ്ഥാ സംബന്ധമായ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലാത്ത പ്രയാസങ്ങൾ വുദു അങ്ങോട്ട് നീട്ടിയെടുത്താൽ അവർക്ക് അല്ലാഹു ആ കൂലി, ഫദാലികുമുർ റിബാത്ത് ഫദാലികുമുർ റിബാത്ത് ഫദാലികുമുർ റിബാത്ത്. അതാണ് ദീനിനെ കാവൽ നിൽക്കുന്നവന്റെ സ്വഭാവമാണത്. ദീനിന് കാവൽ നിൽക്കുന്ന പട്ടാളക്കാരാണവർ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് മുറിഞ്ഞ ഒന്നെടുക്കുക, സൗകര്യങ്ങളുണ്ടല്ലോ. ഒരു കാര്യം കൂടെ അതിന്റെ കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, നമ്മുടെ അവസരങ്ങൾ വരുമ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. ഒന്നു മുറിഞ്ഞാൽ പിന്നെ സോക്സമ തടവിട്ട് എന്ത് ചെയ്യണ്ട, ഒന്നു എടുക്കണ്ട. അങ്ങനെ ഞങ്ങളുടെ മുദീർ ചെയ്യുന്നുണ്ടല്ലോ, അതൊന്നും ഇവിടെ വിഷയമല്ല. മുദീർ അല്ല നമ്മുടെ ഫഖീഹ്, നമുക്ക് ഫുഖഹാക്കൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നു മുറിഞ്ഞാൽ ഖുഫ ധരിച്ചാൽ, ഖുഫ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഇറ്റ്സ് മെയ്ഡ് ഓഫ് ലെതർ. കാലിന്റെ മുട്ടോളം ഉയർന്നു നിൽക്കുന്ന ലെതർ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഷൂ. ഇപ്പൊ റഷ്യക്കാരായ ആളുകളൊക്കെ, മുസ്ലിമീങ്ങളായ ആളുകൾ, ആ തുർക്കുമാനിസ്ഥാൻ ആ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആളുകൾ ഇപ്പോഴും അത് ധരിക്കുന്നുണ്ട്. ഖുഫ, അതിന്റെ പുറത്തൊരു ഷൂ ഉണ്ടാവും. അത് ഊരി വെച്ച് അതിന്റെ ഉള്ളിൽ നമ്മൾ സോക്സിന് പകരം അവർ ധരിക്കുന്ന ഒരു ലെതറിന്റെ ഒരു സോക്സാണ്. അതിന് ആലിമീങ്ങൾ പറയാൻ എന്താ, വെച്ചാൽ അങ്ങോട്ട് നിൽക്കണം, അതങ്ങോട്ട് കുഴഞ്ഞു പോകരുത്. നമ്മുടെ സോക്സ് ഒക്കെ അങ്ങനെ നിൽക്കുക, ഒരു മുട്ട കൊടുക്കാതെ ഇല്ല. അപ്പൊ അത് ഖുഫയല്ല. പിന്നെ വെള്ളത്തെ അബ്സോർബ് ചെയ്യുന്നതാവരുത്. നമ്മുടെ സോക്സ് ഒക്കെ വെള്ളം നനഞ്ഞാൽ നനഞ്ഞു. പക്ഷേ ഖുഫ എന്ന് പറഞ്ഞത് വെള്ളം അബ്സോർബ് ചെയ്യൂല, വെള്ളം വലിച്ചെടുക്കൂല. പിന്നെ കുറച്ചു ദൂരം നടക്കാൻ പറ്റുന്നതാവണം, മണ്ണിലൂടെ നടക്കാൻ പറ്റണം. സോക്സ് ഒക്കെ ഒന്ന് നടന്നാൽ കീറിപ്പോവും, അല്ലെ, കേടുവരും. ഈ ഷർട്ടുകളൊക്കെ ഒത്ത സോക്സാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ, എനിക്കറിയില്ല ഏത് ബ്രാൻഡാണ് ആ സോക്സ് എന്ന്, എങ്കിൽ നിങ്ങൾ വുദുവോടുകൂടെ നിങ്ങൾ ധരിച്ചു, പിന്നെ വുദു മുറിഞ്ഞാൽ ആ സോക്സുമ തടവിയാൽ മതി. പക്ഷേ ഇന്ന് നമുക്ക് പരിചയമുള്ള ഒരു അവസ്ഥയിലൊന്നും അങ്ങനത്തെ ഒരു സോക്സ് ഇപ്പൊ ഇറങ്ങണില്ല, അങ്ങനത്തെ ഖുഫ നമ്മൾ ആരും ധരിക്കുന്നുമില്ല. അതുകൊണ്ട് നസ്ഉഹാ ഐസർ, അതാണ് ഊരിയെടുത്ത വളരെ എളുപ്പല്ലേ. എന്തൊരു കുമാശല്ലേ, ഒരു തുണിയുടെ പീസല്ലേ ഈ സോക്സ് എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് ഊരാൻ എന്താ പ്രയാസം? ഖുഫ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഖുഫ പോലെയാണ് സോക്സ് എന്ന് പറയരുത്. കാലുമിടുന്നതാണ് ഖുഫ, സോക്സും കാലുമിടുന്നതാണ്, പക്ഷെ രണ്ടും രണ്ടാണ്. അതുകൊണ്ട് അങ്ങോട്ട് ഖിയാസ് ചെയ്യാൻ പാടില്ല. പറഞ്ഞു വന്ന വിഷയം വുദു ഉണ്ടായി. വുദു മുറിഞ്ഞാൽ എന്താ ഇഷ്ടം പോലെ ടിഷ്യൂ ഒക്കെ അല്ലേ എല്ലാ ഓഫീസിലും, ഇനി എങ്ങാനും നനഞ്ഞാൽ ഒന്ന് ഡ്രൈ ചെയ്തോളൂ. അങ്ങനെ ഒരു വിഷയം, ആ ഒരു വിഷയത്തിന് വേണ്ടി എന്ത് ചെയ്യണ്ട, വലിയൊരു ഇബാദത്ത് നഷ്ടപ്പെടും. അർജുലിക്കും ഇലൽ കഅബൈൻ, ഖുർആനിന്റെ നസ്വാൻ, കാല് കഴുകണം എന്നത് ഖുർആനിന്റെ നസ്വാൻ. ആ കഴുകണം എന്ന് അല്ലാഹ് പറഞ്ഞതിന് കഴുകണ്ട എന്ന് വരണമെങ്കിൽ അതിന് മുവാഫിഖായിട്ടുള്ള ഒരു ഹദീസ് വരണം, സ്വഹീഹായ ഒരു ഹദീസ് കൊണ്ട് അതിന് നസ് വരണം. അപ്പോഴേ ഈ നിയമം മാറാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നും നമുക്ക് സോക്സിനെ സംബന്ധിച്ച് ന്യായീകരണം ഇല്ല മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് വുദു മുറിഞ്ഞാൽ വുദു എടുക്കുക, പിശാചിന്റെ ദുർബോധനമില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗ്ഗം കണ്ടു, അല്ലേ? മിഅ്റാജിന്റെ രാവിൽ മഹാനായ നബി തങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസമിഅതു ഖസ്ഫതൻ, ഞാനൊരു കാലൊച്ച കേട്ടു. നോക്കുമ്പോ ഫനളർതു, നോക്കുന്ന സമയത്ത് ഫഇദാ ഹുവ ബിലാൽ ഇബ്നു റബാഹ്, അത് മഹാനായ സ്വഹാബി ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ആണ്. നബി തങ്ങൾ ഒരുപാട് ആളുകൾ അവിടെ വെച്ച് കണ്ടു കേട്ടോ. നടക്കാൻ പോകുന്ന സംഗതികൾ നടന്നതായിട്ട് അല്ലാഹു ഹബീബിന് കാണിച്ചു കൊടുത്തതാണ് മിഅ്റാജ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റു പല സ്വഹാബിയത്തുകളെയും അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. സ്വർഗ്ഗത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൊട്ടാരം കണ്ടിട്ടുണ്ട്,
അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ റുമൈസ ബീവി റളിയല്ലാഹു അൻഹയെ കണ്ടിട്ടുണ്ട് സ്വർഗ്ഗത്തിൽ. അവരൊക്കെ അന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പുള്ളവരാണ്. എന്താണ് അവരുടെയൊക്കെ ഭാഗ്യം. നമ്മൾ അശറത്തുൽ മുബശ്ശരീൻ എന്ന് പറഞ്ഞ 10 സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞവരിൽ ഈ പേര് കാണൂല. 10 പേര് മാത്രമല്ലല്ലോ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവർ. ആ പറഞ്ഞ ഹദീസിൽ ഒറ്റ ഇരിപ്പിൽ തങ്ങൾ പറഞ്ഞ 10 പേർ. ഒരുപാട് ആളുകൾ വേറെയുമുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലേക്ക് വരുന്നു. ബിലാൽ തങ്ങളോട് ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, അങ്ങ് പ്രത്യേകമായി ചെയ്യുന്ന ഇബാദത്തുകൾ എന്താണ്? സ്വഹാബികൾ പിന്നാലെ കൂടിയില്ലേ. ബിലാൽ തങ്ങളെ കണ്ടു, റുമൈസ ബീവി റളിയല്ലാഹു അൻഹയെ കണ്ടു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൊട്ടാരം കണ്ടു. അതിന്റെ മുമ്പിൽ സുന്ദരിയായ ഒരു പെണ്ണ് നിൽക്കുന്നതും കണ്ടു. തങ്ങൾ ചോദിച്ചു, ലിമൻ ഹാദൽ ഖസ്ർ, ഈ കൊട്ടാരം ആർക്കുള്ളതാണെന്ന് നബി തങ്ങൾ ചോദിച്ചു. ഹാദാ ലി ഉമർ, ഇത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനുള്ളതാണ്. നബി തങ്ങൾ പറഞ്ഞു, ഫഹമംതു, എനിക്ക് തോന്നി ഞാനൊന്ന് പോയി തുറന്ന് നോക്കട്ടെ, വീടൊന്ന് കാണട്ടെ എന്ന് തോന്നി. ഫദക്കർതു ഗീറതക യാ ഉമർ, ഉമറെ നിങ്ങൾ വല്ലാത്ത ആത്മാഭിമാന ദേഷ്യമുള്ള ഒരാളാണല്ലോ, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. നബിയെ അങ്ങേക്കൊന്ന് കടന്നൂടായിരുന്നു നബിയെ എന്ന് മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അലൈക അഗാറു യാ റസൂലല്ലാഹ്, നബിയെ നിങ്ങളത് നോക്കി, അങ്ങയോട് എനിക്ക് എന്ത് ദേഷ്യം, അങ്ങേക്ക് നോക്കിക്കൂടായിരുന്നു നബിയെ എന്ന് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു. ബിലാൽ തങ്ങളോട് സ്വഹാബികളൊക്കെ ചോദിച്ചു, എന്തേ ബിലാൽ തങ്ങളെ, ഞങ്ങളാരും ചെയ്തിട്ടില്ലാത്ത ഒരു പ്രത്യേകമായ ഇബാദത്ത് എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഇപ്പൊ പറഞ്ഞു, ഞാൻ എപ്പോൾ വുളു മുറിഞ്ഞാലും ഉടനെ വുളു എടുക്കും. വുളു എടുത്താൽ 2 റക്അത്ത് സുന്നത്തുണ്ടല്ലോ, ആ 2 റക്അത്ത് ഞാൻ ഉടനെ നിസ്കരിക്കുകയും ചെയ്യും. ഇത് ഞാൻ പതിവാക്കാറുണ്ട്. ബാക്കിയൊക്കെ അമലുകളൊക്കെ നിങ്ങളെപ്പോലെ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. പല വിഷയങ്ങളിലും അങ്ങനെയാണ്. നമ്മളൊക്കെ നിസ്സാരമായി കാണുന്ന ചില ഇബാദത്തുകളെ കൊണ്ട് അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കും, അല്ലേ? സ്വർഗത്തിലേക്ക് പോകുന്ന ഒരാളെ കാണണമെന്ന് ചോദിച്ച് നബി തങ്ങൾ പറഞ്ഞു. ഒരു സഹാബി പിന്നാലെ കൂടി 3 ദിവസം, വാപ്പ എന്നെ വീട്ടിൽ കയറ്റുന്നില്ല, അങ്ങടെ വീട്ടിൽ എന്നെ ഒന്ന് താമസിക്കാൻ അനുവദിക്കുമോ എന്ന് പറഞ്ഞ് വീട്ടിൽ കയറി. എന്റെ ഇയാളുടെ ഇബാദത്ത് നോക്കാനാ? 3 ദിവസം കഴിഞ്ഞിട്ട് കാര്യമായിട്ടൊന്നും കാണുന്നില്ല. പിന്നെ മനസ്സിലായി ഇദ്ദേഹം നല്ല സൽസ്വഭാവിയാണ്, അതിന് വേറൊന്നുമില്ല. അതിന്റെ പേരിൽ ഹുവ ജന്നത്തിയുൻ, സ്വർഗത്തിലേക്ക് പോകുന്ന ആളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നല്ല സൽസ്വഭാവമാണ്. വേറെ ഇബാദത്തൊന്നും കാര്യമായിട്ടൊന്നും കാണാൻ പറ്റിയില്ല. തഹജ്ജുദ് നിസ്കാരത്തിന്റെ എണ്ണം എത്രയാണെന്ന് നോക്കാനൊക്കെ അദ്ദേഹം രാത്രി തന്നെ അവിടെ താമസിക്കാൻ പെടാപാടുപെട്ട് ഒരു സ്ഥലം അദ്ദേഹം ഒപ്പിച്ചെടുത്തത്. പക്ഷേ കാര്യമായിട്ടൊന്നും കാണാൻ പറ്റി. ഇതാണ് ബിലാൽ റളിയല്ലാഹുവിന്റെ വിഷയത്തിൽ ഈ സംഗതിയാണ്. വുളു എടുക്കുന്നു, വുളു എടുത്ത 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോ വുളു എടുക്കലും സുന്നത്ത് വുളു പതിവായി കൊണ്ട് നടക്കലും മുഅവ്വിദതാൻ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്കും ഖുൽ അഊദു ബിറബ്ബിൻ നാസും എപ്പോഴും ഓതി നടക്കുന്നതും പിശാചിന്റെ ദുർബോധനമില്ലാതാവാൻ കാരണമാണ്. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്ന സമയം, റമദാനിൽ ഇഅ്തികാഫ് ഇരിക്കുമ്പോ അത്യാവശ്യ വിഷയങ്ങൾക്കല്ലാതെ പുറത്തു പോകാൻ പാടില്ലല്ലോ. സഫിയ്യത്ത് റളിയല്ലാഹു അൻഹ, നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയും ഉമ്മുൽ മുഅ്മിനീനായ സഫിയ്യത്ത് ബിൻതു ഹുവൈയ്യ് റളിയല്ലാഹു അൻഹ നബി തങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുകൊടുത്തു ആ രാത്രി. അപ്പൊ രാത്രിയല്ലേ, തിരിച്ചു കൊണ്ടാക്കി കൊടുക്കാൻ നബി തങ്ങൾ കൂടെ നടന്നു, പിന്നാലെ നടന്നു. അവരെ വീട്ടിലാക്കി കൊടുക്കാൻ വേണ്ടി തങ്ങൾ പോയി. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നടക്കേണ്ട രാത്രിയല്ലേ എന്ന് പറഞ്ഞ് തങ്ങൾ ഒരൽപ്പം അവരുടെ കൂടെ നടന്നു കൊടുത്തു. അങ്ങനെ പോകുമ്പോൾ 2 അൻസ്വാരികളിൽപ്പെട്ട മദീനക്കാരായ സുഹാബികൾ, അൻസ്വാരികളിൽ 2 ആളുകൾ നബി തങ്ങളുടെ മുമ്പിലൂടെ അങ്ങനെ പോകുന്നുണ്ട്. അസ്റാ, 2 ആളും നടത്തത്തിനൊരു സ്പീഡ് കൂട്ടി. ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ. അല അരസ്ലിക്കുമാ, സ്റ്റോപ്പ് ദേ. നബി തങ്ങൾ അവിടെ നിൽക്കുന്നത്. നബിയെ, ഇന്നഹാ സഫിയ്യത്തു ബിൻതു ഹുയൈ, ഇത് ഹുയൈന്റെ മകൾ സഫിയ എന്റെ ഭാര്യയാണ് കേട്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പൊന്നാര നബിയെ, ഞങ്ങൾ അങ്ങയെ തെറ്റിദ്ധരിച്ചു അങ്ങ് വിചാരിക്കുന്നുവോ? ഇൻ കുന്നാ നദുന്നു ഫീ അഹദിൻ ഫമാ കുന്നാ നദുന്നു ഫീക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ഒരു അന്യ സ്ത്രീയുടെ കൂടെ നടക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടാണോ, ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുമെന്ന് കരുതിയാണോ അങ്ങ് ഈ തിരുത്തി തരുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്ക് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ഖശീത്, ഞാൻ പേടിച്ചു, ഞാൻ നിങ്ങളുടെ മേൽ പേടിച്ചു പോയി. എന്താ വിഷയം? ഇന്ന ശൈത്വാന യജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദം ഫഖശീതു അൻ യഖ്ദിഫ ഫീ ഖുലൂബികുമാ ശൈആ.
മനുഷ്യ ശരീരത്തിൽ എവിടെയെല്ലാം രക്തസഞ്ചാരമുണ്ടോ അവിടെയെല്ലാം പിശാചിന് സഞ്ചരിക്കാൻ കഴിയും. കണ്ണിൽ വരും, തലച്ചോറിൽ വരും, ബ്രെയിനിൽ വരും, ഒരു ബുദ്ധിമുട്ടില്ല. പിശാചിന് ഒരു ബ്ലോക്കും പ്രശ്നമല്ല, പിശാച് നടക്കും. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പിശാച് നടക്കും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു എല്ലായിടത്തും പിശാച് വരും. ഫഖശീത്, ഞാൻ പേടിച്ചത് അയഖദിഫ ഫീ ഖുലൂബികുമാ ശൈആ, നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു വിഷയം മോശമായത് അവൻ ഇട്ടു തരുമോ എന്ന് പേടിച്ചു. അതുകൊണ്ട് ഞാൻ തിരുത്തി തരുകയാണ്, ഉടനെ തിരുത്തി തരുകയാണ്. ഞാൻ പേടിച്ചു, അവൻ എന്തോ നിങ്ങളുടെ മനസ്സിൽ ഇട്ടു തരും, അതുകൊണ്ട് ഞാൻ പേടിച്ചു, അതുകൊണ്ട് തിരുത്തി തരിക. നബിന്റെ കൂടെ ഒരു അന്യ പെണ്ണോ ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും വഴിതെറ്റി വന്നത്, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ എന്തെങ്കിലും തോന്നിപ്പിച്ച് നിങ്ങളുടെ മനസ്സിൽ അവൻ ചീത്ത വിചാരിപ്പിക്കും. അതില്ലാതിരിക്കാൻ തിരുത്തി തരുകയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിനെ വിവരിച്ചുകൊണ്ട് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ പഠിപ്പിക്കുന്ന ഒരു പാഠം, തെറ്റിദ്ധാരണാജനകമായ സ്ഥലത്തോ തെറ്റിദ്ധാരണാജനകമായ വിധത്തിലോ നമ്മൾ നടന്ന് അതിന്റെ പേരിൽ പിശാച് മറ്റുള്ളവരുടെ മനസ്സിൽ എന്തെങ്കിലും തോന്നിപ്പിച്ചു കൊടുത്താൽ അതിന്റെ ഉത്തരവാദികൾ നമ്മൾ തന്നെയായിരിക്കും. തെറ്റിദ്ധാരണ ഉള്ള സ്ഥലം നൈറ്റ് ക്ലബ്ബാണെന്ന് വിചാരിക്കുക, അവിടെ കള്ളും പാട്ടും ഡാൻസും നടക്കുന്ന സ്ഥലമാണ്. പക്ഷെ അവിടെ ഒരു കഫയുണ്ട്, നിങ്ങൾ അവിടെ പോയിട്ട് തന്നെ ചായ കുടിക്കണ്ട, നിങ്ങളവിടെ കാപ്പി കുടിക്കാൻ പോയതായിരിക്കും. പക്ഷേ നിങ്ങളത് ഇറങ്ങി വരുമ്പോ എന്താ മനസ്സിലാക്കുക, പടച്ചോനെ ആരാണിപ്പത്, റബ്ബേ നമ്മളെ മീറ്റിങ്ങിന് ഇന്നലെ വന്ന ആളാണല്ലോ ഇപ്പത്, അദ്ദേഹം ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി, അദ്ദേഹം സാധു കൂടുള്ള ആള് വിളിച്ചിട്ട് പോയതായിരിക്കാം, അല്ലാതെ പോയതായിരിക്കാം. നമ്മളത് എന്തേ പോകണ്ട, മൗദിഉത്തുഹുമ, പിശാച് മനുഷ്യരുടെ മനസ്സിൽ ചീത്ത ചിന്തിപ്പിക്കും, അതിന് അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ട. ഇത് നമ്മൾ ശരി, ഇത് ദീനിന്റെ ഒരു പോളിസിയാണ്, ദീനിന്റെ ഒരു പോളിസി. അതിന്റെ പേരിലല്ലേ ഖൽവത്ത് ഹറാമാക്കിയത്. ഖൽവത്ത് ഹറാമാക്കിയതിന്റെ എന്താ ഖൽവത്ത് എന്ന് പറഞ്ഞാൽ? വിവാഹം കഴിക്കൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളവർ എന്ന് പറഞ്ഞാൽ രക്തബന്ധമല്ലാത്ത ആണും പെണ്ണും, ഒരാണും ഒരു പെണ്ണും ഒരുമിച്ച് ഒരു സ്ഥലത്ത് ആയിരിക്കൽ ഹറാമാണ്. ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വിവാഹബന്ധം, നമ്മുടെ രക്തബന്ധത്തിലുള്ളവർ, വിവാഹം ഹറാമായവർ, രക്തബന്ധമാണ്, വിവാഹം കഴിക്കാൻ പറ്റൂല, അവരെയാണ് നമ്മൾ മഹ്മുകൾ എന്ന് പറയാം. അവരല്ലാത്തവർ എന്ന് പറഞ്ഞാൽ പെങ്ങന്മാരല്ല, എളാപ്പയുടെ മൂത്താപ്പയുടെ മക്കളല്ല, അമ്മായിയല്ല, ഇവരൊന്നുമല്ല. എളാമയുടെ മക്കൾ, ഉമ്മായുടെ അനിയത്തിയുടെ മക്കൾ, ഉമ്മായുടെ ജ്യേഷ്ഠത്തിയുടെ മക്കൾ, ഇതൊക്കെ വിവാഹം കഴിക്കൽ അനുവദിക്കപ്പെട്ടവരാണ്. അവരെ കൂടൊക്കെ ഒരുമിച്ചിരിക്കാൻ പറ്റുമോ? എന്തുകൊണ്ട്? രണ്ടുപേർ വിവാഹം കഴിക്കൽ അനുവദിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ അവരുടെ രക്തബന്ധമല്ലാത്ത രണ്ടുപേർ ഒരുമിച്ച് ഒരു സ്ഥലത്തായിരുന്നാൽ അവരിൽ മൂന്നാമനായി പിശാച് ഉണ്ടാകാതെ ഒരിക്കലും രണ്ടാൾക്ക് ഒരുമിച്ചിരിക്കാൻ കഴിയുകയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ നിസ്സാരമായൊരു ഉദാഹരണം, ലിഫ്റ്റിക്ക് കയറാൻ പോവാണ്, ലിഫ്റ്റ് ഓപ്പണായി, ഒരു പെണ്ണ് കാത്തിരിക്കുന്നു, നിങ്ങളുടെ ഭാര്യയല്ല, പെങ്ങളല്ല, ആരുമല്ല, അവൾ കടന്നു, നിങ്ങളും കടന്നു. അതൊരു ഖൽവത്താണ്, അതൊരു ഖൽവത്താണ്. അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരുമാറാകട്ടെ. അത് ഖൽവത്ത, ഹറാമാണ്. ഞാൻ തൊട്ടിട്ടില്ല, ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ട്, അതൊന്നും പ്രശ്നമല്ല. ആ ഒരു കമ്പനി രണ്ടുപേർ ഒരുമിച്ചായി എന്ന് പറഞ്ഞ വിഷയം ഹറാമാണ്. അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങണം. അങ്ങനെ ഒരു ബസ് സ്റ്റോപ്പ് എന്ന് വിചാരിക്കാം, ഇപ്പൊ ഡോറൊക്കെ ഉള്ള ക്ലോസ്ഡ് ബസ് സ്റ്റോപ്പ്, ട്രാൻസ്പാരന്റ് ആവട്ടെ, എന്തോ ആകട്ടെ, ഒരു ഓഫീസ് എന്ന് വിചാരിക്കാം. ആരും ഒരാളും എത്തി നോക്കാത്ത ഖൽവത്ത്, അവിടെ ഡോർ അടച്ച പിന്നെ ആരും ആ വഴിക്ക് വരൂല, അങ്ങനത്തെ സ്ഥലമാണ്. ഇപ്പോ നമുക്ക് ദുബൈയിലൊക്കെ ഉണ്ടല്ലോ എയർ കണ്ടീഷൻ ചെയ്ത ബസ് സ്റ്റോപ്പുകൾ. ഒരാളും ഒരു പെണ്ണും അതിന്റെ ഉള്ളിൽ ഒരുമിച്ചിരിക്കാൻ പാടില്ല. ഒരാൾ പുറത്തിറങ്ങുക, കുറച്ച് ചൂടൊക്കെ സഹിക്കുക, നരകത്തിന്റെ ചൂടിനേക്കാൾ ലഘുവാണ് ദുനിയാവിലെ ചൂട്. ഒന്ന് പുറത്ത് നിൽക്കുക, ഒറ്റക്കിരിക്കാൻ പാടില്ല. ഖൽവത്ത് ഹറാമാണ്. പിന്നെ നമ്മൾ ആലോചിക്കുക, കല്യാണത്തലേന്ന് എന്താ നടക്കുന്നത്, സൽക്കാരം നടക്കുമ്പോ എന്താ നടക്കുന്നത്, ആണുങ്ങളും പെണ്ണുങ്ങളും മിങ്കിളാവുന്നത്, മിക്സ് ആവുന്നത്, ഇതൊക്കെ ഹറാമുകളല്ലേ. നമ്മളങ്ങനെ ചെയ്യുന്ന തെറ്റുകളെ കൊണ്ട് അള്ളാഹ് ഹറാമാക്കിയത് ഹലാലാകുമോ? ഇല്ല.
നമ്മൾ ചെയ്തു കൂട്ടുന്ന തെറ്റുകളെ കൊണ്ട് അള്ളാന്റെ ഹലാല് ഹറാമാകുന്നില്ല, ഹറാമ് ഹലാലുമാകുന്നില്ല. ഖൽവത്ത് ഹറാമ. എന്തേ കാരണം? വസാലിസുഹുമ ശൈത്വാൻ. ഇനി ആലോചിക്കണം, അങ്ങനെ രണ്ടുപേർ യാത്ര പോകുന്നത്, അവർ റൂമെടുത്ത് താമസിക്കുന്നത്, അങ്ങനെ കുറെ കാലം നടന്നിട്ട് പിന്നെ വീട്ടിലേക്ക് വരെ വാപ്പയോട് കല്യാണം കഴിച്ചു തരാൻ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. എന്താണ് ഹറാമുകൾ? ഇങ്ങനെ ഹറാമുകളുടെ മാലപ്പടക്കം ചെയ്തു കൂട്ടിയിട്ട് പറയാ ഇനിയൊക്കെ നിക്കാഹ് ചെയ്യണം. എന്ത് കുട്ടിക്കളിയാണ് നിക്കാഹ് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവേ, നിന്റെ പേര് വെച്ചുകൊണ്ട് ഞാൻ ഒരു പെണ്ണിനെ നിക്കാഹ് ചെയ്യുന്നു, നീ അവരുടെ ശരീരം എനിക്ക് അനുവദിക്കുകയാണ്, അതിന് നീ സാക്ഷിയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടല്ലേ? അതല്ലേ ഖുതുബത്തുൻ നിക്കാഹ്. വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇത് പറയാൻ സർവ്വ തോന്നിവാസം ചെയ്തിട്ട് കയറി വരിക, പിശാചിന് വേണ്ടി എല്ലാ വളവും വെച്ചു കൊടുത്തിട്ട്. ഖൽവത്ത് ഹറാമാണ്. അവർ തൊട്ടോ സംസാരിച്ചോ, ഫോൺ സംസാരിച്ചോ, മെസ്സേജ്, ഇതൊന്നുമില്ലെങ്കിൽ പോലും ഒരുമിച്ചായിരിക്കൽ ഹറാമാണ്. പിന്നല്ലേ ബാക്കിയുള്ള വിഷയങ്ങൾ. എന്തുകൊണ്ട്? വസാലിസുഹുമ ശൈത്വാൻ. അത് തിന്മയെ ഉത്തേജിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്, അതുകൊണ്ടത് ഹറാമാണ്. അത് തെറ്റിദ്ധാരണാ ജനകമാണ്, അതുകൊണ്ടത് ഹറാമാണ്. വഖുൽ, പറയണം നബിയേ, റബ്ബി അഊദു ബിക്, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് കാവൽ തരേണമേ, മിൻ ഹമസാത്തിശ് ശയാത്വീൻ, പിശാചുക്കളുടെ ദുർബോധനങ്ങളിൽ നിന്ന് കാവൽ തരേണമേ. വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ, അല്ലാഹുവേ പിശാചുക്കൾ ഞങ്ങളുടെ അരികത്ത് വരലിൽ നിന്നും നീ ഞങ്ങളെ കാക്കേണമേ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്. പിശാചിന്റെ വിഷയത്തിൽ കാര്യങ്ങൾ എളുപ്പമാണെന്ന് അല്ലാഹു തആല പറഞ്ഞത്. എന്തേ? അള്ളാനെ പറഞ്ഞാൽ അവൻ ഓടും. പക്ഷേ എന്ത് ചൊല്ലിയാലും ഓടാതെ മനുഷ്യനെ ഫിത്നയാക്കുന്ന ഒരു വിഭാഗമുണ്ടെന്നാണ്. സഹോദരിമാരൊന്ന് ചൂടാവരുത്. ഇന്ന കൈദകുന്ന അദീം വകാന കൈദു ശൈത്വാനി ദഈഫ. പിശാചിന്റെ വഞ്ചനയൊക്കെ വളരെ വീക്കാണ്. പിശാചിന്റെ ദുർബോധനം എന്നൊക്കെ പറഞ്ഞാൽ വലിയ സ്ട്രോങ് ഒന്നുമല്ല. പക്ഷെ നമ്മൾ അതിന്റെ ഡോസ് കൊടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. പെട്ടെന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർത്ത ദിക്ർ ചൊല്ലിയാൽ പിശാചോടും. പക്ഷേ ഒരു പെണ്ണ് പിന്നാലെ കൂടിയാൽ ഇന്ന കൈദകുന്ന അദീം. അസീസ് ചക്രവർത്തി യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ആ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിൽ ബഹുമാനപ്പെട്ടവർ നിരപരാധിയാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്റെ ഭാര്യ കുറ്റക്കാരിയാണെന്ന് ബോധ്യപ്പെട്ടിട്ട് പറഞ്ഞ വാക്കാണ് ഇന്ന കൈദകുന്ന അദീം. അത് ഖുർആൻ ഉദ്ധരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ചതി വല്ലാത്ത ചതിയാണ്. എത്രയോ സ്വാലിഹീങ്ങളായ ആളുകൾ പെട്ടുപോണില്ലേ? ഒരു പെണ്ണ് വിളിച്ചു, ഒരു പെണ്ണ് ഫോൺ ചെയ്തു, ഒരു മെസ്സേജ് ചെയ്തു, കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, ഇവള് ഇഷ്ടമാണെന്ന് 100,000 ആൾക്കാരോട് പറയുണ്ടാവും. ഇവന് വന്നപ്പോ ഇവന് തോന്നി എന്നോട് തന്നെ പറയണത്. ഇന്ന കൈദകുന്ന അദീം. പെണ്ണ് പറഞ്ഞതിന്റെ പേരിൽ വഴിതെറ്റിപ്പോകുന്ന എത്ര സംഗതികളാണ്. ജാതിയും മതവും ദീന് നോക്കാതെ ഇറങ്ങിപ്പോകുന്ന ആണ് പുരുഷന്മാർ. എന്ത്? ഇന്ന കൈദകുന്ന അദീം. വല്ലാത്ത ട്രാപ്പാണ് പെണ്ണിന്റെ ട്രാപ്പ് എന്ന് പരിശുദ്ധ ഖുർആൻ. ഇത് സ്വാലിഹത്തുകളായ പെണ്ണുങ്ങളെ പറ്റിയല്ല, ഫാത്തിനുകളത്തായി ഫിത്നകളുമായി നടക്കുന്ന പെണ്ണുങ്ങൾ. ഒരു ആബിദായ എത്രയോ ആബിദീങ്ങൾ വഴിപഴിച്ചു പോയ സംഭവങ്ങൾ സീറകളിൽ കാണാൻ കഴിയും. പെണ്ണിടപെട്ടതാണ് പ്രശ്നം. സുബ്ഹാനല്ലാഹ്. ഇന്ന കൈദകുന്ന അദീം. അപ്പോ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില സമൂഹത്തിൽ ഒരുപാട് ആളുകൾ നഫ്സിനെ ഇബാദത്ത് ചെയ്യുന്നവർക്കാണ്. നഫ്സ് പറഞ്ഞത് കേട്ട് നടക്കുക, പിശാച് പറഞ്ഞത് കേട്ട് നടക്കുക. നമ്മുടെ ശരീരത്തിന് ആഘോഷിക്കാനും ഇഷ്ടപ്പെടാനും ആനന്ദിക്കാനും അതൊക്കെ പിന്നെ ഹലാലാക്കി കളയുക. അത് ആരെങ്കിലും ഹറാമാന്ന് പറഞ്ഞാൽ പിന്നെ ആ ക്ലാസ്സിന് നമ്മൾ പോകണ്ട, മുപ്പര് തീരെ ശരിയില്ല, നമ്മൾ വേറെടുക്കെങ്കിലും പോവുക. അപ്പൊ നമുക്ക് എന്തെങ്കിലും എവിടെയെല്ലാം മുബർറിറാത്ത് കിട്ടുന്നുണ്ടോ അത് നമ്മൾ അന്വേഷിച്ചു പോവുക. ഇത് പിശാചിന്റെ വഴിയാണ്. കാരണം നമ്മളത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, നമ്മളത് കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ അത് പറയൽ ആലിമീങ്ങളുടെ വിവരമുള്ളവർ പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യതയാണ്, അല്ലേ? ഞാനത് പറഞ്ഞില്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ കുറ്റക്കാരനാണ്, അല്ലേ? നിങ്ങളത് ചെയ്തോ ഇല്ലയോ പ്രശ്നമല്ല, പറയൽ എന്റെ ബാധ്യതയാണ്, അതനുസരിക്കൽ എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്. അള്ളാഹു നമ്മയൊക്കെ സഹായിക്കുമാറാകട്ടെ. പിശാചിന്റെ ദുർബോധനങ്ങൾ ഒരുപാട് ഓരോന്നുക്കും ഇറങ്ങി പറയാൻ ആഗ്രഹമുണ്ട്. നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, തെറ്റിദ്ധാരണാജനകമായത് പിശാച് നമ്മെ ദുർബോധിപ്പിക്കാൻ ഇടയുള്ളത് ആ വിഷയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇതിപ്പോ എങ്ങനെയാണ് ഖൈറും ഷർറും മനസ്സിലാവുക? ഈ ഡിസ്കഷൻ നമ്മൾ ക്ലോസ് ചെയ്യുകയാണ് ഒരു ഹദീസിലൂടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അൽ ബിർ
നന്മ എന്ന് പറഞ്ഞത്, നന്മ എന്ന് ഏതാണ് നന്മ, ഏതാണ് തിന്മ, ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. മത്മഅന്നത് ഇലൈഹി നഫ്സ്, ശരീരത്തിന് സമാധാനം തോന്നുന്ന വിഷയം, അത് നന്മയാണ്. ശരീരത്തിന് സമാധാനം തോന്നുന്ന വിഷയം കുഴപ്പമില്ല, റാഹത്താണ്, ഈ വിഷയം ചെയ്യാം. ആരും ഇതിൽ ഒരു കണ്ടംനേഷൻ, ആരും അതിനെ നിരൂപിക്കുകയോ എതിർക്കുകയോ ഇല്ല. ഇത് വിഷയം റാഹത്താണ്. വൽ ഇസ്മ, എന്താണ് ഇസ്മ എന്ന് പറഞ്ഞാൽ, എന്താണ് കുറ്റം എന്ന് പറഞ്ഞാൽ, മാ ഹാക ഫീ സദ്രിക്, നിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ എന്തോ ഒന്ന് അരിക്കുന്നുണ്ട്, പടച്ചോനെ പറ്റോ, ഇത് പറ്റിയതാണോ, സംശയം തീരുന്നില്ല, ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്, ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്, വളരെ സീക്രസിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്, ഇതാരും അറിയരുത് എന്ന ആഗ്രഹമുണ്ട്. അങ്ങനെ ജനങ്ങളെല്ലാരും കൂടി നിനക്ക് ഫത്വ തന്നു, ഇത് ശരിയാണോ, ഇതിനൊരു കുഴപ്പമില്ല, നീ ചെയ്തോ എന്ന് ജനങ്ങളെല്ലാവരും ഫത്വ നൽകി. പക്ഷേ നിന്റെ മനസ്സിന്റെ ഉള്ളിൽ അപ്പോഴുണ്ട്, ഇത് എന്തോ കുഴപ്പമുണ്ടല്ലോ, അതന്നെയാണ് തെറ്റെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മസ്അല ഹദീസൊന്നും അറിയണില്ലെങ്കിൽ ഇത് അതിനളക്കാനുള്ള ഒരു ക്രൈറ്റീരിയനാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ആ ഹദീസിനോട് ചേർത്ത് വെച്ച് ഒരു കാര്യം കൂടെ മാത്രം പറയുന്നു. നമ്മൾ ചെയ്യുന്ന ഒരു പണി ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പണി ചെയ്യുമ്പോൾ നമ്മളോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഇരിക്കുന്നുണ്ട് എന്ന് സങ്കല്പിക്കുക. നബി തങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. ഞാൻ ഈ പണി ചെയ്യാൻ എൻ്റെ ഹബീബൻ അനുവദിക്കുമോ എങ്കിൽ അത് നന്മയാണ്. ഞാൻ ഈ പണി ചെയ്യുമ്പോൾ എൻ്റെ ഹബീബിന്റെ കൂടുണ്ടായിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടിരിക്കെ എന്നിതിന് അനുവദിക്കില്ലയോ, അത് തെറ്റാണ്. ഇങ്ങനെ ചിന്തിച്ചാൽ മതി. എൻ്റെ കൂടെ നബി, ഇത് വേറെ എവിടുന്നെങ്കിലും ഫത്വ കിട്ടുമോ, അയാൾ എന്ത് പറഞ്ഞു, ഇദ്ദേഹം എന്ത്, അങ്ങനെ ഒന്നും ഓടി നടക്കരുത് മുഅ്മിനീങ്ങളെ. തിന്മകളെ നന്മകളാക്കി തോന്നിപ്പിച്ച് നമ്മെ പടുകുഴിയിലേക്ക്, നരകത്തിലേക്ക് വലിച്ചു, മനുഷ്യരെ മുഴുവനും ഞാൻ വഴിപഴപ്പിച്ച് നരകത്തിലേക്ക് കൊണ്ടുവരും എന്ന് പിശാച് അല്ലാഹുവിനോട് പറഞ്ഞിട്ടുണ്ട്. ഇല്ലാ ഇബാദക്കൽ മുഖ്ലസീൻ, ഇഖ്ലാസുള്ള നിന്റെ ആളുകളെ മാത്രം എനിക്ക് കിട്ടൂല, ബാക്കിയുള്ളവരൊക്കെ ഞാൻ പിടിക്കുമെന്ന് പിശാച് പറഞ്ഞു. ആ ഇരകളിൽ നമ്മൾ പെടാതിരിക്കണം. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ ഇറക്കാൻ വേണ്ടി പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അവർക്ക് വേണ്ടിയൊക്കെ നമ്മുടെ ദുആയിൽ നമ്മൾ അനുസ്മരിക്കുന്നു. അള്ളാഹു അവർക്കെല്ലാം, എല്ലാ രോഗികൾക്കും അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. പ്രയാസമുള്ള എല്ലാ ആളുകളുടെയും പ്രയാസങ്ങൾ അള്ളാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. മരിച്ചുപോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും ചെയ്യുമാറാകട്ടെ. പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദുആയിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് എഴുന്നേറ്റത്. അടുത്ത ആഴ്ച നമ്മുടെ പരിപാടിയിൽ ചെറിയൊരു മാറ്റമുണ്ട്. നമുക്ക് അറിഞ്ഞതുപോലെ കുടുംബ സംഗമം എന്ന പേരിൽ ഒരു പരിപാടി കൂടെ നമ്മുടെ ഖുർആൻ ക്ലാസിൻ്റെ കൂടെ തന്നെയായി നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ക്ലാസ് സാധാരണ തുടങ്ങുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഇശാ നിസ്കരിച്ച ഉടനെ ആരംഭിക്കും. സാധാരണ 8:30 തുടങ്ങാറ്. അടുത്ത ആഴ്ച 7:30 തന്നെ നമ്മുടെ പരിപാടി ആരംഭിക്കും. അതുകൊണ്ട് മുഴുവൻ ആളുകളും ആ പരിപാടിയിലേക്ക് നേരത്തെ തന്നെ എത്തിച്ചേരണമെന്ന് ആവശ്യപ്പെടുകയാണ്. പരിപാടിയിൽ പ്രമുഖ പണ്ഡിതനും വാഗ്മിയുമായ അസ്ഗർ അലി ഹുദവി കൂടെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന പേരും നിങ്ങളെ അറിയിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ മദ്രസ വിദ്യാർത്ഥികളുടെ ബുർദ ആലാപനവും വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളുമുണ്ട്. കുടുംബ സംഗമം എന്നതുകൊണ്ട് കുടുംബക്കാർ മാത്രമേ വരാവൂ എന്ന് അർത്ഥമാക്കേണ്ട, മുഴുവൻ ആളുകളെയും ഉദ്ദേശിച്ചുകൊണ്ടാണ്. പക്ഷേ കുടുംബ സംഗമം എന്ന പേരിൽ നാം പേരിടാനുള്ള പ്രത്യേക കാരണം നമ്മുടെ മദ്രസയിലെ രക്ഷിതാക്കളെ കൂടെ കൂടുതൽ ലഭ്യമാകണം എന്നതുകൊണ്ടാണ്. മാത്രമല്ല നമ്മുടെ മദ്രസയിൽ ഇപ്പോൾ വീക്കെൻഡിലും അതുപോലെ ഡെയിലി ക്ലാസ്സിലുമായി 735 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ അബുദാബിയിലെ മലയാളികളുടെ പ്രാതിനിധ്യം വെച്ച് നോക്കിയാൽ 735 വലിയ സംഖ്യയാണെങ്കിലും മലയാളികളുടെ പ്രാതിനിധ്യം വെച്ച് നോക്കിയാൽ അത് വളരെ കുറവാണ്. എന്ന് പറഞ്ഞാൽ ഒരുപാട് രക്ഷിതാക്കൾ ഈ മദ്രസ സംവിധാനത്തെക്കുറിച്ച് അറിയാത്ത, അല്ലെങ്കിൽ മദ്രസയിലേക്ക് മക്കളെ പറഞ്ഞു അയക്കാൻ സാധിക്കാത്ത
സാഹചര്യമുണ്ട്. അവരിലേക്ക് കൂടെ നമ്മുടെ ഈ മദ്രസ നടക്കുന്നുണ്ട് എന്ന വിവരവും ഈ ഒരു സന്ദേശവും അവരെത്തിക്കുക എന്നത് കൂടെ ആ ഒരു കുടുംബ സംഗമത്തിന്റെ ലക്ഷ്യമാണ്. അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളൊക്കെ തങ്ങൾക്കറിയാകുന്ന ഫാമിലികളെയൊക്കെ ഈ വിവരം അറിയിച്ചുകൊണ്ട് അടുത്ത ആഴ്ച ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കുകയും പിന്നീട് നമ്മുടെ മദ്രസയുമായി ആ കുടുംബങ്ങളെയൊക്കെ ബന്ധിപ്പിക്കാനുമുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അതുകൊണ്ട് അടുത്ത ആഴ്ച വളരെ നേരത്തെ തന്നെ ഇശാ നിസ്കരിച്ച ഉടനെ നമുക്ക് പരിപാടി ആരംഭിക്കണം. അതുകൊണ്ട് നേരത്തെ തന്നെ ആ പരിപാടിയിൽ എത്തിച്ചേരണമെന്ന് വളരെ വിനയത്തോടുകൂടെ അറിയിക്കുകയാണ്. മറ്റൊരു വിഷയം നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ഒരു സഹായ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഒരു ലെറ്റർ ഇവിടെ ലഭ്യമായിട്ടുണ്ട്. നമ്മുടെ ഖുർആൻ ക്ലാസ്സിൽ സാധാരണ നമ്മൾ പിരിവെടുക്കാറില്ല, ആ പിരിവ് നമ്മൾ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ വളരെ അത്യാവശ്യമായ ഒരു നിലക്കും ഒഴിവാക്കാൻ പറ്റാത്തൊരു കേസായതുകൊണ്ട് മാത്രം നിങ്ങളുടെ മുമ്പിൽ ആ വിഷയം സമർപ്പിക്കുകയാണ്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് വളക്കൈ സ്വദേശിയായ MB മുഹമ്മദ് ഷെരീഫ് എന്ന് പറയുന്ന 33 വയസ്സുള്ള ചെറുപ്പക്കാരൻ SKSSFന്റെയും അതുപോലെ മുസ്ലിം യൂത്ത് ലീഗിന്റെയും ഒക്കെ സജീവ പ്രവർത്തകനായി തളിപ്പറമ്പിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രവർത്തകൻ കുറച്ചു കാലമായി ക്യാൻസർ രോഗമായി തിരുവനന്തപുരത്ത് ശ്രീചിത്ര ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ഉമ്മയും ഭാര്യയും 2 മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് മുഹമ്മദ് ഷെരീഫ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ. ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയാൽ മാത്രമേ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്ന നിർദ്ദേശമാണ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതിനുവേണ്ടി ആ ഓപ്പറേഷന് മാത്രം 8 ലക്ഷം രൂപ ചെലവ് വരും. ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ട കുടുംബമാണ്. ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആ ചികിത്സാ ചെലവിന് വേണ്ടി 8 ലക്ഷം രൂപ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും സാധ്യമല്ലാത്ത സാഹചര്യമായതുകൊണ്ടാണ് അവിടുത്തെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിനെ ആ വിവരം അറിയിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിന്റെ ബഹുമാന്യരായ നേതാക്കന്മാർ മൊയ്തു ഹാജി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയം ചർച്ച ചെയ്യുകയും സെന്ററിന് സഹായിക്കാൻ കഴിയുന്നതിന് ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് ഈ ഖുർആൻ ക്ലാസ്സിൽ വെച്ച് ആ ഒരു വിഷയത്തിലേക്ക് ദീനി സ്നേഹികളായ ഉദാരമനസ്കരായ നിങ്ങളുടെ സഹായം കൂടി അഭ്യർത്ഥിക്കാമെന്ന സെന്റർ നേതാക്കളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. അതുകൊണ്ട് ഈ പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ 33 വയസ്സുള്ള നമ്മുടെ സംഘടനാ രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ ചെറുപ്പക്കാരന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഉള്ള ഫണ്ട് ശേഖരണത്തിലേക്ക് നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ സഹായം പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ വളണ്ടിയേഴ്സ് നിങ്ങളെ സമീപിക്കും. നിങ്ങൾ അകമഴിഞ്ഞ വിഷയത്തിൽ സഹായിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചെറുപ്പക്കാരന്റെ അസുഖം എത്രയും പെട്ടെന്ന് ഭേദമാക്കി കൊടുക്കുമാറാവട്ടെ. അത്തരം മാരകമായ അസുഖങ്ങളിൽ നിന്ന് നമ്മയും നാമുമായി ബന്ധപ്പെട്ട ആളുകളെയും അല്ലാഹു സംരക്ഷിക്കുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ആ വിഷയത്തിൽ എല്ലാവരും സഹകരിക്കും ഇൻഷാ അല്ലാഹ്. ഇനി നമ്മുടെ ഈ ക്ലാസ്സിൽ അങ്ങനെ പിരിവുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷേ ഈ വിഷയത്തിലേക്ക് എന്ത് ചെയ്യണം, ഒരു സഹായം അഭ്യർത്ഥിച്ച് നമ്മൾ അത്യാവശ്യ കേസാണ്. അതുകൊണ്ട് എല്ലാവരും നല്ല നിയ്യത്തോടു കൂടെ തരും. അപ്പോൾ അല്ലാഹു തആല ആ വിഷയത്തിലേക്ക് നമുക്ക് ഖൈറും ബറക്കത്തും തരും. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. പിന്നെ അടുത്ത ക്ലാസ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഉസ്താദ് പറഞ്ഞ പോലെ കുടുംബ സംഗമം ആണ് അല്ലേ. അപ്പോൾ അതിൽ ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് ബഹുമാനപ്പെട്ട അലി അസ്ഹർ ഹുദവി അവർ തന്നെ അലിക്കുട്ടി ഹുദവി ഉസ്താദ് വരാന്ന് മാറിയുണ്ട്. അലി അസ്ഹർ ഹുദവി അവർ ഉണ്ടായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ വിഷയത്തിലേക്ക് എല്ലാവരും എത്തിച്ചേരണം, അത് വിജയിപ്പിക്കണം. ആ വിഷയവുമായി വളരെ ഗൗരവപരമായ ചർച്ചകളൊക്കെ നടക്കേണ്ടതുണ്ട്. നമ്മൾ കുട്ടികളില്ലാത്തവർക്ക് ബേജാറ് പഠിച്ചവനെ കുട്ടിനെ തരണം എന്നാണ്. കുട്ടിനെ കിട്ടിയവർക്ക് ബേജാറ് റബ്ബേ കുട്ടിനെ എങ്ങനെയാണ് ഞാൻ വളർത്തുക എന്നാണ് അല്ലേ. ഇന്നത്തെ ഏറ്റവും വലിയ ചലഞ്ച് എന്താണ്? നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഭീഷണി എന്താണ്? ഹൗ ടു ബ്രിങ് അപ്പ് അവർ ചിൽഡ്രൻ. നമുക്കത് കഴിയുന്നില്ല, അതാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മൾ ഇരുന്ന് ആലോചിക്കേണ്ട വിഷയമാണ്. മക്കളിങ്ങനെ വളരാണ്, നമ്മൾ വളർത്തുന്നില്ല. അപ്പം നമ്മൾ എങ്ങനെയാണ് അതിനെ സംബന്ധിച്ച് ശരിക്കും ആലോചിക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള സംഗമങ്ങൾ അതിനൊക്കെ വളരെ സഹായകമായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ കുറേ വിഷയങ്ങളൊക്കെ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 1-2 ചോദ്യം, കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ ചോദ്യം മിസ്സായിപ്പോയിരുന്ന സമയമില്ലാത്തത് കൊണ്ട് അപ്പോൾ ഒരു 10 മിനിറ്റ് കൂടെ എടുക്കുകയാണെങ്കിൽ ക്ഷമിക്കണം. അതിൽപ്പെട്ട ഒരു ചോദ്യമുണ്ടായിരുന്നത്, നമ്മൾ പലിശയുടെ പൈസ കൊണ്ട് ലീഗ് ഓഫീസിന് കൊടുക്കാൻ പറ്റുമോ എന്നാണ് പറഞ്ഞത്.
നാട്ടിലെ ലീഗ് ഓഫീസ് ഉണ്ടാക്കാതെ പറ്റുമോ? ആരാണ് ചോദിച്ചത് എനിക്കല്ലേ? ലീഗ് ഓഫീസ് എന്നത് മുസ്ലിം ലീഗ് ഓഫീസല്ലേ അല്ലേ? അത് മുസ്ലിമിൻ്റെതല്ലേ? പിന്നൊരു കാര്യം പറയാം, മുസ്ലിമീങ്ങൾക്ക് എന്ത് ഹലാലാണോ അത് കാഫിറുകൾക്കും ഹലാലാണ്. മുസ്ലിമീങ്ങൾക്ക് എന്ത് ഹറാമാണോ അത് കാഫിറിനും ഹറാമാണ്. അങ്ങനെയാണ്. മുസ്ലിം ആയതുകൊണ്ട് മാപ്പിളാർക്ക് ഇത് ഹലാല, അങ്ങനല്ല. ഇത് ദീൻ, അള്ളാഹുവിന്റെ ദീൻ ലിൽ ബശരിയ്യത്തി ജംആ, എല്ലാ മനുഷ്യർക്കുള്ളതാണ്. നരകത്തിലേക്ക് കടക്കുന്ന ഒരു വിഭാഗം ആളുകൾ, മാ സലകക്കും ഫീ സഖർ, എന്തേ നിങ്ങൾ നരകത്തിലേക്ക് കടന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി എന്താ? ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ല. ആരാ പറയണത്? അന്യമതസ്ഥരായ ആളുകളോട്, കാഫിറുകളോട് പടച്ചോൻ ചോദിക്കുക, എന്തേ ഇപ്പൊ നരകത്തിൽ വന്നത് എന്ന് മലക്കുകളാൽ ചോദിക്കപ്പെടുകയാണ്. അപ്പൊ പറയുന്നു ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ല. ഈ ആയത്തിന്റെ തഫ്സീറിൽ മുഫസ്സിരീങ്ങൾ പറയാൻ, നിസ്കാരം കാഫിറിന് നിർബന്ധം തന്നെയാണ്. പക്ഷേ അവൻ ഒന്നുണ്ടാക്കി പോന്നാ പോരാ, കലിമ ചൊല്ലി ഒന്നുണ്ടാക്കി പോയാൽ അത് ശരിയാവുള്ളൂ എന്ന് മാത്രം. അപ്പോ പറ്റില്ല. പലിശ എന്തിനും പറ്റൂല, അത് ഏത് ഓഫീസായാലും പറ്റില്ല. അത് ഹറാം തന്നെയാണ്. ഇവിടെ വേറൊരു ചോദ്യം ചോദിച്ചു, മുടി കറുപ്പിക്കൽ തെറ്റാണോ എന്ന്. പടച്ചോനെ, അപ്പൊ ഇങ്ങനെ നെഞ്ച് പടക്കുകയാണ്. പടച്ചോനെ എന്താണാവോ അല്ലേ? സംഗതി ഹറാമാണ്. അപ്പൊ ഏതോ ഒരു യൂസുഫുൽ ഖർളാവിക്ക് ഒരു ഫത്വ ഉണ്ടല്ലോ, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ പോയിക്കോളി. അതിന്റെ ഏറ്റവും അഫ്ളലായ, ഏറ്റവും ഫിഖ്ഹിനോട് ഏറ്റവും അസ്വബായ അതിന്റെ ഫത്വ എന്ന് പറഞ്ഞാൽ അത് ഒരു തരം മായം ചേർക്കലാണ്. അതന്നെ ഒരു മായാണ്, അത് മായം ചേർക്കലാണ്. അതുകൊണ്ട് പാടില്ല, അത് ഹറാമാണ്. മൈലാഞ്ചി സുന്നത്താണ്, മൈലാഞ്ചി സുന്നത്താണ്. അപ്പൊ കറുത്ത മൈലാഞ്ചി ആയാലോ ഉസ്താദേ അല്ലേ? ഇതൊക്കെ വളവാണ്. കറുത്തൊരു മൈലാഞ്ചി ഉണ്ടോ? ഹിന്ന എന്ന് പറഞ്ഞതിന് ആ കളറ് എങ്ങനെ കറുപ്പ്? ഇറങ്ങിയ മൈലാഞ്ചി അല്ലേ? അതൊക്കെ ആർട്ടിഫിഷ്യൽ മൈലാഞ്ചിയാണ്. അപ്പോ അങ്ങനെ കറുത്ത മൈലാഞ്ചി പറഞ്ഞാൽ പെയിന്റ് അടിക്കണ തുല്യം തന്നെയാണ്. പിന്നെ അലിമീങ്ങളിൽ ഇപ്പോ ചില ആളുകളെങ്കിലും ചില ഹദീസുകളൊക്കെ വെച്ച് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. ഇപ്പൊ ചിലരൊക്കെ ഇപ്പോ അറബികളായ ആളുകളൊക്കെ കൂടുതൽ ഇപ്പൊ ആ തരം ഫത്വയുടെ മേലിലാണ്. ഒരു മനുഷ്യനെ വഞ്ചിക്കുന്ന തരത്തിലുള്ള ഒരു കറുപ്പിക്കൽ പാടില്ല, അല്ലെങ്കിൽ പല്ല് അങ്ങനത്തെ കറുപ്പിക്കൽ പാടില്ല, വഞ്ചന ഇല്ലാത്തതാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുന്ന ആലിമീങ്ങളുണ്ട്. പക്ഷെ അതൊന്നും പ്രബലമായ അഭിപ്രായങ്ങളല്ല. വഞ്ചിക്ക 80 കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ കണ്ട 40 തോന്നുള്ളൂ. അങ്ങനെ ആക്കണ്ട, അതൊരു വഞ്ചിക്കലാണ്. അങ്ങനത്തെ കേസിൽ എന്തായാലും പാടില്ല. ശരി. അപ്പോ വിഗ് വെക്കൽ, മുആവിയ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ജുമുഅക്ക് വന്നപ്പോൾ മിമ്പറിലേക്ക് വന്ന് പോക്കറ്റിൽ നിന്ന് വിഗ് എടുത്തു. നമ്മൾ വിചാരിക്കേണ്ടത് അതൊക്കെ ഇപ്പോൾ ഗൾഫേറ്റൊക്കെ തുടങ്ങിയതാണ്. അതൊന്നല്ല, അതൊക്കെ പണ്ടേയുള്ള സംഗതിയാണ്. പോക്കറ്റിൽ നിന്ന് വിഗ് എടുത്തിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു അന്നത്തെ ഖുതുബയിൽ ആ വിഷയം പറഞ്ഞു. ഈ സാധനം ജൂതന്മാർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ജൂതന്മാർ കൊണ്ടു നടന്ന പരിപാടിയായിരുന്നു. നഹാനാ അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് പാടില്ലെന്ന് നബി തങ്ങൾ ഹറാമാണെന്ന് പ്രഖ്യാപിച്ച സംഗതിയാണ്. ഇതിപ്പോഴും കൊണ്ടു നടക്കുന്ന ആളുകളുണ്ടോ എന്ന്. 1400 കൊല്ലം മുമ്പ് വിഗ് വെച്ച് നടന്നിട്ടുണ്ട്. അൽ വാസിലാത്ത് വൽ മുസ്തൗസിലാത്ത്, ലഅനല്ലാഹുൽ വാസിലാത്ത് വൽ മുസ്തൗസിലാത്ത്. മുടി വെച്ചു കൊടുക്കുന്നവർ, മുടി വെക്കുന്നവർ, അത് നീട്ടിക്കൊടുക്കുന്നവർ, മുഴുവൻ ആളുകളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യലായിട്ട് ഇങ്ങനെ ബിൽഡ് ചെയ്യുക. എത്ര നാച്ചുറൽ ആയിട്ട് ആണ് എന്നൊക്കെ പറഞ്ഞാൽ, എന്താ ഈ നാച്ചുറൽ എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം? മുടി വാരാൻ പറ്റും, ചീർപ്പുകൊണ്ട് സാധാ മുടി എന്നല്ലാതെ അവിടെ അങ്ങോട്ട് ഗ്രോ ചെയ്യല്ലല്ലോ. അതൊരു ഫിക്സ് ചെയ്യല്ലേ? എനിക്കറിയില്ല, അങ്ങനെയല്ലേ? അത് ഫിക്സിങ് അല്ലേ? ഇപ്പൊ ബാൾഡായ ആളുകൾക്ക് വെച്ചു കൊടുക്കുന്നത് അവിടെ നിന്ന് മുടി വളച്ചിട്ടല്ലല്ലോ അത്. അപ്പൊ അതിനർത്ഥം വാസ്വില എന്ന് പറയുന്നതിന്റെ അർത്ഥം അത് അന്നൊക്കെ ലേഡീസ് സലൂണുകളിലാണ് നടക്കുക. ലേഡീസിന്റെ എന്താ പറയാ, ബ്യൂട്ടി പാർലറുകൾ, അന്ന് അതിന് ഹമ്മാമുകൾ എന്ന് പറയും. അവരാണത് ചെയ്ത്. അതുകൊണ്ട് വാസ്വിലാത്ത് പെണ്ണുങ്ങളിലേക്ക് ചേർത്തി പറഞ്ഞത്. പെണ്ണുങ്ങൾ അത് വല്ലാതെ ആ പണി ചെയ്തിരുന്നു എന്നാ. മുടിയൊക്കെ ഒന്ന് നീട്ടി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ വെപ്പ് മുടികൾ ചെയ്തിരുന്നു. അത് വെച്ചു കൊടുക്കുന്നവരും കൊടുക്കാൻ സഹായിക്കുന്നവരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ മുഅ്മിനീങ്ങളെ, ഇങ്ങനെയൊക്കെ ചെയ്താൽ 100 ഷഹീദിന്റെ കൂലിട്ടെന്നാ പോയി പറയണത് കേട്ടോ. നമുക്ക് പ്രയാസമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ. പടച്ചോനെ, എന്റെ മുടിയെങ്ങാനും ഞാൻ പെയിന്റടി നിർത്തിയാൽ എന്റെ കോല എന്താണ്? അങ്ങനെയൊക്കെയാണ് ആലോചിച്ചാൽ അല്ലേ? അങ്ങനെ ആലോചിക്കുമ്പോൾ ഭയങ്കര ബേജാറുണ്ട്. പക്ഷേ
എന്നിട്ടും നമ്മൾ ആ ഒരു സുന്നത്തിനെ പിടിച്ചു കൂടിയാൽ അതിനാണ് 100 ഷഹീദിന്റെ കൂലി എന്ന് പറഞ്ഞത്. അല്ലാതെ ഇപ്പൊ ഒരു പണിയില്ലാത്തിനൊക്കെ ഇപ്പൊ അള്ളാഹു ഇത്ര വലിയ കൂലി പ്രഖ്യാപിക്കുമോ? കുറച്ച് ഇടങ്ങേറുണ്ടാവും, മാനസിക ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും. ചിലപ്പോ മുടിയൊക്കെ പോയപ്പോ പെണ്ണുങ്ങളൊക്കെ പറയും, എന്താ നിങ്ങൾ ആകെ വേഷന്റെ കോലായിക്കണെന്നൊക്കെ ഒരു പറയും. എന്നാലും പൊന്നാര പെണ്ണ, ഇത് ഹറാമിനോട് ചെയ്യാൻ പറയല്ലേ, അത് ഹറാമല്ലേ, ഈ ഒരു കഷണ്ടിയോടൊക്കെ നീ സഹകരിക്കുന്നൊക്കെ അവനോട് പറയേണ്ടി വരും. അതിനൊക്കെയാണ് ഈ കൂലി. അതിനൊക്കെയാണ് മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു 100 ഷഹീദ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ചോദ്യങ്ങൾ വളരെ നേരത്തെ തന്നെ വന്നാൽ നമുക്ക് സമയം, ഞാനങ്ങ് പറയാം, എനിക്ക് നാളെ സ്കൂളില്ല, അതുകൊണ്ട് ഞാൻ ഫ്രീ ആണ്. ഇനിയൊരു മണിക്കൂർ നേരം പറയാനും കുഴപ്പമില്ല. പക്ഷെ നിങ്ങളൊക്കെ ഡ്യൂട്ടിയുള്ള ആൾക്കാരല്ലേ. അപ്പൊ അതുകൊണ്ട് മസ്റ്റ് ടൈം പങ്ക്ച്വാലിറ്റി മാറ്റേഴ്സ്. അത് നമ്മുടെ ഒരു സിമ്പിളായി കൊണ്ടു നടക്കാം. ടൈമിന് തുടങ്ങാൻ, ടൈമിന് അവസാനിപ്പിക്കുക. അതുകൊണ്ട് നിങ്ങളും കൂടെ ഒന്ന് സഹകരിക്കണം. പിന്നെ എനിക്ക് ഒരു പന്നിയുടെ വേസ്റ്റ് വളമായി ഉപയോഗിച്ചതിൽ വരുന്ന പച്ചക്കറി ഉപയോഗിക്കാമോ? കുഴപ്പമില്ല. ഉണ്ടല്ലോ, നമുക്ക് കന്നുകാലികളുടെയൊക്കെ വേസ്റ്റുകളിൽ നിന്ന് അതിന് വളമായി ഉപയോഗിക്കുന്ന പന്നിയിറച്ചി പറ്റൂല. പന്നിയിറച്ചി ഹറാമാണ്. നമ്മുടെ പറയുമ്പോൾ ചില വിഷയങ്ങൾ ഓർമ്മ വരുന്നു. നമ്മുടെ സഗലൂലുൻ നജ്ജാർ എന്ന് പറഞ്ഞ ദുബൈ ഹോളി ഖുർആൻ അവാർഡിന് 2-3 വർഷം മുമ്പ് പേഴ്സണാലിറ്റി അവാർഡ് കിട്ടിയ ഒരു ഈജിപ്ഷ്യൻ പണ്ഡിതനുണ്ട്. അദ്ദേഹത്തിന്റെ സ്റ്റഡീസും ഒക്കെ നടന്നത് UK-യിലാണ്. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പഠിച്ചതും പ്രൊഫസറായിരുന്നതൊക്കെ സഗലൂൽ നജ്ജാർ. അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയ, ഖുർആനും സയൻസൊക്കെ ഒരുപാട് കമ്പയർ ചെയ്ത പുസ്തകങ്ങൾ എഴുതിയ വലിയ പണ്ഡിതനാണ്. ഇന്ന് ജീവിച്ചിരിപ്പുള്ള ആളാണ്. അദ്ദേഹം അന്ന് അവിടെ പഠിക്കുമ്പോൾ കൂട്ടുകാരായ അദ്ദേഹത്തിന്റെ കൊളീഗ്സ്, കൂടെ പഠിച്ചിരുന്ന ആളുകളൊക്കെ, എന്ത് നിങ്ങൾ പോർക്ക് ഹറാമെന്ന് പറഞ്ഞ് പന്നി ഹറാം, അപ്പൊ പന്നി ഡേട്ട് തിന്നുന്ന സാധനമാണ്, അത് മലിനമല്ലേ തിന്നുന്നത്. ശരി, ഒരു പന്നിയെ നമ്മൾ ഒരു ഫാമിലിട്ട് വളർത്തുന്നു, നല്ല ഭക്ഷണം കൊടുക്കുന്നു, അങ്ങനെ ഒരു അടിപൊളിയായിട്ട് വളരെ നമ്മളൊക്കെ ഫാമിൽ വെച്ച് വളർത്തുന്ന പന്നിയാണെങ്കിൽ അത് എങ്ങനെ ഹറാമാവുക? ഒരാളങ്ങനെ ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? സഗലൂൽ നജ്ജാർ എന്ന് പറഞ്ഞു, എന്നാലും അത് ഹറാമാണ്. എന്തേ ഇതിന്റെ കാരണം എന്ന് എനിക്ക് പറഞ്ഞുതരാൻ കഴിയില്ല, ഇപ്പൊ കഴിയില്ല എന്ന് പറഞ്ഞു. ശരി, കുറച്ചു കാലം അദ്ദേഹം അനുഭവം പറഞ്ഞതാ. കുറച്ചു കാലം കഴിഞ്ഞു അവർക്കൊരു സ്റ്റഡി ടൂർ ഉണ്ടായി. എല്ലാവരും കോളേജിൽ നിന്ന്, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്റ്റുഡൻസ് ഒരു സ്വൈൻ ഫാം കാണാൻ പോവാണ്. ഈ പന്നികളുടെ ഒരു ഫാം പഠിക്കാൻ വേണ്ടി പോവാണ്. അവർക്ക് വലിയ സംഗതിയാണല്ലോ അത്. സുബ്ഹാനല്ലാഹ്, സഗലൂൽ നജ്ജാർ ബഹുമാനപ്പെട്ടവരെ പറയാണ്, എനിക്കല്ലാഹു, എന്റെ ഭാഗത്ത് അള്ളാഹുവിന്റെ ഒരു സഹായം. അദ്ദേഹത്തോട് ഈ ചോദിച്ച് ബുദ്ധിമുട്ടാക്കിയ കുട്ടികളൊക്കെ കൂടെ ഉണ്ട്. അവരുടെ കൂടെ തന്നെ പന്നിയുടെ ഫാമിന്റെ മുമ്പിൽ ഇറങ്ങിയപ്പം തന്നെ കാണുന്നത് ഒരു പന്നി മറ്റേ പന്നിന്റെ വേസ്റ്റ് തിന്നാണ്. അവരുടെ ആ ഫാമിൽ നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അതിന്റെ ഇടയ്ക്ക് അവർ വേസ്റ്റ് ഉണ്ടാവുമല്ലോ, അതിന്റെ സ്റ്റൂൾ ഇതെടുത്ത് തിന്നാണ്. അപ്പൊ എത്ര ഫാമിൽ വളർത്തിയാലും ഈ സാധനം ഡേട്ട് തിന്നുന്ന സാധനമാണെന്ന് കൺമുമ്പിൽ അള്ളാഹു കാണിച്ചു കൊടുത്തു. അത് അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടെ പറഞ്ഞു. ഇസ്ലാമിന്റെ ചില വിഷയങ്ങൾ നമുക്ക് മനസ്സിലായില്ല എന്ന് വരും. നമുക്ക് ആ ചെറുപ്പം മനസ്സിലായിട്ടുണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞാൽ അള്ളാഹു അതിന് അവസരം. അപ്പൊ ഹറാമുകൾ ഹറാമാക്കിയത് നമുക്ക് അതുകൊണ്ട് ലറുണ്ടായതിന്റെ പേരിലാണ്. പിന്നെ ഇവിടെ പിരിവ്, ഇനി ഒരിക്കലും പിരിവ് പാടില്ല എന്ന വിഷയത്തിൽ ഒന്നുകൂടെ ഉണർത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദന്മാർ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇൻഷാ അള്ളാഹ് അത് നമ്മൾ അങ്ങനെ ഒരു സ്വതക്കകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. പക്ഷെ നമ്മൾ ഈ ക്ലാസ്സിൽ എന്തില്ല, അങ്ങനെ ചെയ്യുന്നില്ല. പിന്നെ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അബ്ദുൽ ഫത്താഹ് എന്ന കുട്ടി മംഗലാപുരം ഹോസ്പിറ്റലിലാണ്. അള്ളാഹു ആ കുട്ടിക്ക് ശിഫ നൽകുമാറാകട്ടെ. ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരുപാട് ഈ ക്രൈസിസ് ഒക്കെ കാരണം പല കമ്പനികളുടെയും വിഷയങ്ങൾ, ടെർമിനേഷൻ ഒക്കെ ഉണ്ട്. അള്ളാഹു താല എല്ലാവർക്കും, അള്ളാഹു താല ഖൈറായ മഈശത്ത് നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹു താല നമുക്കെല്ലാം എല്ലാ വിഷയത്തിലും അള്ളാഹു താല ഖൈറും ബറക്കത്തും സലാമത്തും നൽകുമാറാകട്ടെ. പിന്നെ പരിശുദ്ധ ഖുർആൻ ക്ലാസ് തരുന്ന ഈ ക്ലാസിന്റെ വിജയത്തിൽ അസൂയാലുക്കള പഠിച്ചറബേ. അപ്പോ ഒരു സമാന്തര ക്ലാസ് നടക്കണം നല്ലതന്നെ. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ നല്ലത് തന്നെയല്ലേ ഉസ്താദേ? ദാറുൽ ഹുദന്റെ അടുത്ത് നമുക്ക് അത് അപ്പോ അസൂയാലുക്കൊക്കെ സദ്ബുദ്ധി നൽകാനും നന്മയോടും ഹക്കിനോടും സഹകരിക്കാനും വേണ്ടി ദ്വാരക്കണം. അള്ളാഹു നമുക്കൊക്കെ അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമുക്ക് അങ്ങനെ ഒരു ബേജാറില്ല കേട്ടോ. ഒരു കൂട്ടർ ഇതേ സമയത്ത് വേറെ സ്ഥലത്ത് ക്ലാസ്, നമുക്ക് അങ്ങനെ യാതൊരു ഇതൊരു പ്രശ്നം, ഇതൊരു ഇമേജിന്റെ പ്രശ്നമല്ല. നമ്മൾ ദീനിന്റെ ഒരു ഖിദ്മത്താണ്. അത് ആര് നടത്തിയാലും ഇഖ്ലാസ് ഉണ്ടാവാനും വേണ്ടി നമ്മളൊക്കെ ദ്വാരം കൊടുക്കുക. ഇതിനാണ് മത്സരിക്കാൻ വേണ്ടിയൊക്കെ ചെയ്താൽ പിന്നെ നഷ്ടപ്പെടില്ല. ഒരുപാട് സമയം ചെലവഴിക്കുകയാണ്, നമ്മളും ചെലവഴിക്കുക. അതൊക്കെ നഷ്ടാവണ്ടല്ലോ, കൂലിട്ടിക്കോട്ടെ. ദാറുൽ ഹുദയുടെ അടുത്തിപ്പോ നമ്മുടെ സമാന്തര വിഭാഗക്കാരുടെ ഒരു സ്ഥാപനം വന്ന് തുടങ്ങുന്ന സമയത്ത് ഐദറുസ് മുസ്ലിയാർ അവറുകൾ അന്ന് അവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ മതിലത്ത് തലവെച്ചിങ്ങനെ നോക്കുക, പഠിച്ചോനെ എന്താ സംഭവിക്കുക. അപ്പൊ അവരുടെ നേതാവ് വന്നത് ഉദ്ഘാടനം ചെയ്യാണ് അല്ലേ.
അങ്ങനെ നിൽക്കുമ്പോ ഉസ്താദ് പറഞ്ഞു, കുട്ടികൾ ഭയങ്കര ആവേശത്തിൽ, ഉസ്താദ് എന്തിനാണ് ദാർഹുദ അവിടെ ഉണ്ടാകുമ്പോ പിന്നെ അതിന്റെ അടുത്ത് തന്നെ എന്തെല്ലാം സ്ഥലങ്ങൾ ലോകത്തിന്റെ അവിടെ കൊണ്ടുപോയി വല്ലതും ഉണ്ടായിക്കൂടെ, ഇതിന്റെ അടുത്ത് തന്നെ വേണോ? കുട്ടികൾ ആവേശം കൊണ്ട് എന്തെങ്കിലും ചെയ്യുമോ ഉസ്താദിന് തോന്നി. ഉസ്താദ് പറഞ്ഞു എല്ലാവരും പള്ളിക്ക് പോയിക്കോളി എന്ന് പറഞ്ഞു. അങ്ങനെ ക്ലാസ്സിൽ നിന്ന് എല്ലാവരും പള്ളി കൊണ്ടാക്കി. ആ പരിപാടി അപ്പൊ ഞങ്ങളൊക്കെ ചോദിച്ചു, ഉസ്താദ് എന്താണ് ഇപ്പൊ ഉസ്താദിന്റെ, പത്രക്കാരങ്ങനെ ചോദിക്കൂലേ എന്താ നിങ്ങളെ അഭിപ്രായം എന്നൊക്കെ. കുട്ടികൾ ഉസ്താദിന്റെ കൂടി ഉസ്താദ് എന്താ പറയണത്, ഇഖ്ലാസ് ഉണ്ടെങ്കിൽ വളർന്നോട്ടെ മക്കളെ എന്നാണ്. ആ ഉസ്താദ് അത്രേ പറഞ്ഞു, ഇഖ്ലാസ് ഉണ്ടെങ്കിൽ വളർന്നോട്ടെ, നമുക്കതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ, നമ്മൾ അടുത്തായാലും ദൂരത്തായാലും എന്തേ, അത്രേ ഉള്ളൂ, അതൊന്നൊരു വിഷയമല്ല, അത് നമ്മൾ വലിയ ഇഷ്യൂ ആക്കും വേണ്ട. അള്ളാഹു നമുക്കൊക്കെ ഇഖ്ലാസ് നൽകുമാറാകട്ടെ. അങ്ങനെയല്ലേ, നമ്മളൊക്കെ ഒരേ ദീനിന്റെയും അഖിലുകാരല്ലേ, അങ്ങനല്ലേ, എന്തിനാണ് ഇപ്പോൾ മത്സരം, ഒന്നും ആവശ്യമില്ല. ഖാജ മുഈദ് ചിശ്തി തങ്ങൾക്ക് മ്യൂസിക് ഇഷ്ടമായിരുന്നു എന്ന് കേട്ടിരുന്നു. ആര് കേട്ടു എവിടെ കേട്ടു എന്ന് എനിക്കറിയില്ല. അങ്ങനെ അള്ളാഹുവിന്റെ ഒരു ആരിഫ് മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ, ഏതെങ്കിലും ഇപ്പോ ഇതിനൊക്കെ ചില വിഷയങ്ങളുണ്ട്, നമ്മൾ ചില വായിക്കുന്ന ആർട്ടിക്കിൾസ് നിങ്ങൾ നെറ്റിൽ കാണുന്നതൊക്കെ സ്വഹീഹാന്ന് വിചാരിക്കരുത് കേട്ടോ. നെറ്റിൽ ഗൂഗിൾ ചെയ്ത് കിട്ടുന്ന സംഗതിയൊക്കെ സ്വഹീഹായ സംഗതിയാണ്. അത് ഒരുപാട് ഫേക്ക് വരും. ഇപ്പോ മിസ്റ്റിക് കവികൾ എന്ന് പറഞ്ഞൊരു സമൂഹമുണ്ട്. മിസ്റ്റിക് ഇസ്ലാമിൽ ഇപ്പൊ എന്താ മിസ്റ്റിക്? സൂഫിയാക്കളെ സംബന്ധിച്ച് അവർ അങ്ങനെ പറയും, മിസ്റ്റിക് കവി. എന്ത് മിസ്റ്റിക് കവി? ജലാലുദ്ദീൻ റൂമി തങ്ങളോ ഇബ്നുൽ അറബി തങ്ങളോ മിസ്റ്റിക് അല്ല. അത് എന്താണ് തസൗഫ് എന്ന് മനസ്സിലാകാത്ത ആൾക്കാരിട്ടൊരു പേരാണ്. അങ്ങനെ ഏതെങ്കിലും ആളുകൾ അവരൊക്കെ എന്ത് മ്യൂസിക് ഇഷ്ടപ്പെടുന്ന, സുബ്ഹാനല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അൽ-അദീം. ഞാൻ അവരെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്, ബഹുമാനപ്പെട്ടവരുടെ മഖാമ് ചെന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ ദീനിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൂട്ടം കൂട്ടമായി ദീനിലേക്ക് ഹിദായത്ത് കിട്ടിയ മഹാനാണ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. 600 കൊല്ലം മുസ്ലിമീങ്ങൾ ഭരിച്ചിട്ട് ഇന്ത്യയിലെ കാനേഷ്മാരിയിൽ നമ്മുടെ സെൻസസിൽ എണ്ണം കൂടിയിട്ടില്ല. മുഗൾ രാജാക്കന്മാർ, ഡൽഹി സൽത്തനറ്റ് ഇവരൊക്കെ ഭരിച്ചിട്ടില്ലേ, പക്ഷെ മുസ്ലിങ്ങൾ എണ്ണം കൂടിയിട്ടില്ല. മുസ്ലിങ്ങൾ ഭാരതത്തിൽ എണ്ണം കൂടിയത് ഈ മഹാന്റെ കരങ്ങളാലാണ്, അവരുടെ കറാമത്തുകളും അവരുടെ അത്ഭുതങ്ങളും ഇൽമും തസൗഫും കണ്ടിട്ടാണ്. അങ്ങനത്തെ ഒരു മഹാൻ ഇംപോസിബിൾ, ആ സംഗതി ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ വിഷയം പത്താക്കി നഷ്ടപ്പെട്ട ഒരാൾ അതിന് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. പിന്നെ ഉമ്മാന്റെ ഒരു ക്യാൻസർ അസുഖമുള്ള ഒരു സഹോദരൻ, അവരുടെ ഉമ്മാക്ക് അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ. നമ്മുടെ സഹോദരന്റെ ഉപ്പ ട്യൂമറായിട്ട് പ്രയാസത്തിലാണ്, ഹോസ്പിറ്റലിൽ, അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വഫാത്തായ ദിവസമാണ്, അള്ളാഹു അവർക്ക് മർഹമത്തും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. നമ്മുടെ ബൈലക്സിൽ 230ഓളം ആളുകൾ ഇത് പല സ്ഥലങ്ങളിൽ നിന്നത് വീക്ഷിക്കുന്നുണ്ട്. അവരുടെ കൂടെയൊക്കെ ആളുകൾ ഉണ്ടായിരിക്കും. അവരൊക്കെ നമ്മുടെ ദുആയിൽ അവർക്ക് വേണ്ടിയൊക്കെ ദ്വാരക്കണം. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ വളരെ ഉത്സുകരായ ഹൈ പ്രൊഫഷണൽസ്, ഇതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഈ പരിപാടിക്ക് വേണ്ടി അവരുടെ സമയമൊക്കെ മാറ്റിവെച്ച് നമ്മുടെ ചെറുപ്പക്കാർ, നിങ്ങൾ അവർക്ക് വേണ്ടി ദ്വാരക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഷക്കീർ ദുബൈയിലേക്ക് മാറുകയാണ്. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന്റെ അള്ളാഹു ഖൈറും ബറക്കത്തും ചെയ്യുമാറാകട്ടെ. പിന്നെ എല്ലാവർക്കും അള്ളാഹു ഖൈറും ബറക്കത്തും ചെയ്യുമാറാകട്ടെ. അതിൽ വെച്ച് ദ്വാരക്കാൻ പറഞ്ഞ ആളുകൾ, ദ്വാരക്കാൻ വേണ്ടി അപേക്ഷിച്ചവർ, അവർക്കൊക്കെ വേണ്ടി നമ്മൾ നിയ്യത്ത് ചെയ്യണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم تسليما كثيرا كثيرا. അർഹമർ റഹീമായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, ഞങ്ങൾ എന്തെല്ലാം പറഞ്ഞുവോ കേട്ടോ, അല്ലാഹുവേ, اللهم اجعلنا ممن يستمعون القول فيتبعون احسنه. അല്ലാഹു അതിലെ നന്മകളെ പിൻപറ്റാൻ ഞങ്ങളെ സഹായിക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങൾ കേട്ടതും പറഞ്ഞതും ചിന്തിച്ചതും ആലോചിച്ചതും ഇങ്ങോട്ട് വന്നതും സ്വാലിഹായ അമലാക്കി തരണേ റഹ്മാനെ. അല്ലാഹു ഇത് ഞങ്ങളുടെ അമലിലേക്ക് ചേർക്കണേ റബ്ബേ, ഇത് ഞങ്ങളുടെ സ്വാലിഹാത്തിലേക്ക് ചേർക്കണേ റബ്ബേ. അല്ലാഹു 1 മണിക്കൂറോ 1.5 മണിക്കൂറോ നിന്റെ ഇൽമ് കേൾക്കാൻ ഇവിടെ വന്നതും ഇത് പല സ്ഥലങ്ങളിലായി വീക്ഷിക്കാൻ ഇതോടൊപ്പം ഇരുന്നവർ, കേട്ടവർ, അല്ലാഹുവേ ഞങ്ങൾ പറഞ്ഞതും ചിന്തിച്ചതും കേട്ടതുമെല്ലാം ഞങ്ങളുടെ നന്മയുടെ റെക്കോർഡിലേക്ക് ചേർക്കണേ റഹ്മാനെ. അതിലേക്ക് ഇഖ്ലാസ് കൂടെ ചേർത്ത് വെച്ച് ആ നന്മയുടെ ഹസനാത്തുകളെ നീ മുളാഅഫതൻ മുളാഅഫ അൽബലായിൻ അല്ലാഹു ഇരട്ടികളായി ഇരട്ടികൾക്ക് ഇരട്ടികളായി നീ രേഖപ്പെടുത്തി തരണേ റഹ്മാനെ.
അല്ലാഹുവേ, ഓരോ ആഴ്ചകളിലും ഞങ്ങൾ നിന്റെ ഇൽമിനെ തേടി ഇങ്ങോട്ട് വരുന്നതും കേൾക്കുന്നതും ഞങ്ങൾ അറിയുന്നതും ഞങ്ങളുടെ ജീവിതം നന്നാകാനും നീ ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് ഞങ്ങളുടെ ജീവിതം മാറ്റാനുമുള്ള നിമിത്തമാക്കി തരണേ റഹ്മാനെ. അർഹമർ-റഹീമായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, അല്ലാഹുവേ, ഞങ്ങൾ ഈമാൻ ദുർബലമായവരാണ് റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ ഇഖ്ലാസ് കുറഞ്ഞവരാണ് പടച്ചവനെ. അല്ലാഹുവേ, നീ എന്തെങ്കിലും പരീക്ഷണം തന്നാൽ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ക്ഷമയെ ഞങ്ങളുടെ കയ്യിലുള്ളൂ പടച്ചവനെ. അല്ലാഹുവേ, നീ ഞങ്ങളെ സഹായിക്കണേ റബ്ബേ. ഞങ്ങൾക്ക് യഖീൻ തന്നുകൊണ്ട് ശക്തിപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളുടെ ഈമാനിൽ യഖീൻ തന്നുകൊണ്ട് ഞങ്ങളെ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളുടെ ഇൽമിൽ വർധനവ് തന്ന് ശക്ക് രീബത്തുകളിൽ നിന്ന് സംശയങ്ങളിൽ നിന്ന് മാറ്റി ഉറപ്പുള്ള ഈമാൻ തരണേ പടച്ചവനെ. അല്ലാഹുവേ, ഫലാ നർതദ്ദു ബഅദഹ അബദാ, ഇസ്ലാം എന്ന് പുറത്തു പോവുകയോ ആ തരത്തിലുള്ള ഏതെങ്കിലും വൻപാപങ്ങൾ ചെന്ന് പെടുകയോ ചെയ്യുന്ന ഒരു ദോഷത്തിലും പെടാതെ ഞങ്ങളെ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അന്ത്യനാളിനോടടുക്കുമ്പോൾ യുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ, നേരം വെളുത്തപ്പോൾ മുഅ്മിനായവൻ വൈകുന്നേരം കാഫിറായി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്ന് നിന്റെ ഹബീബ് പറഞ്ഞു. അല്ലാഹുവേ, ഞങ്ങളെ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ കാക്കണേ പടച്ചവനെ. അല്ലാഹുമ്മ ജഅൽനാ മിമ്മൻ യസ്തഹില്ലൂന ഹലാലക്, അല്ലാഹുമ്മ ജഅൽനാ മിമ്മൻ യുഹ്ന ഹറാമക്. നീ ഹറാമാക്കിയത് ഹറാമായി വിശ്വസിക്കുകയും കണക്കാക്കുകയും നീ ഹലാലാക്കിയതിന് ഹലാലാണെന്ന് വിശ്വസിക്കുകയും ആ തരത്തിൽ ഇടപെടുകയും ചെയ്യുന്ന ആളുകളെ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ഹലാലും ഹറാമും മനസ്സിലാക്കി തരണേ റബ്ബേ. പിശാചിന്റെ ചതിക്കുഴികളിൽ നിന്ന് ഞങ്ങൾക്ക് നീ മോചനം തരണേ റഹ്മാനെ. ഞങ്ങളുടെ നഫ്സ് ഞങ്ങളെ തിന്മയിലേക്ക് ക്ഷണിക്കുന്നതിൽ നിന്ന് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ പടച്ചവനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരിക്ക് നീ അർശിന്റെ തണൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പടച്ചവനെ. അല്ലാഹുവേ, അതൊക്കെ ഏറ്റവും വലിയ ഹിമ്മത്താണ്, അതേറ്റവും വലിയ ഇഖ്ലാസാണ് പടച്ചവനെ. നഫ്സിനോടുള്ള പിന്തിരിയലാണ് പടച്ചവനെ. അല്ലാഹുവേ, നിന്നിലേക്കുള്ള ഇഖ്ബാലാണ് പടച്ചവനെ. അല്ലാഹുവേ, അതുപോലെ ഏത് തിന്മയിലും പടച്ചവനെ നിന്നെ ഓർത്ത് പിന്മാറാനുള്ള സൗഭാഗ്യം തരണേ അല്ലാഹ്. എല്ലാ നന്മയിലേക്കും മുന്നിടാനുള്ള സൗഭാഗ്യം തരണേ അല്ലാഹ്. ഏത് തിന്മയുടെ സാഹചര്യങ്ങളിലേക്ക് എത്തിപ്പെടുമ്പോഴും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നുച്ചരിച്ചുകൊണ്ട് അല്ലാഹു വുദൂ ഉള്ളവരായി മുഅവ്വിദതൈനി ഓതാനും അല്ലാഹു റബ്ബി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്വീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ പോലെയുള്ള ദുആകളിലൂടെ ഞങ്ങൾക്ക് കാവൽ തരണേ പടച്ചവനെ. ഞങ്ങളെ കാക്കണേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കളെ കാക്കണേ റബ്ബേ. ഞങ്ങളുടെ ഭാര്യ മക്കളെ കാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ പെൺമക്കളെയും ആൺമക്കളെയും കാക്കണേ റബ്ബേ. ഈ സമൂഹത്തിലെ യുവാക്കളെയും യുവതികളെയും കാക്കണേ റബ്ബേ. ഈ സമൂഹത്തിലെ യുവതലമുറകളെ കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഈ സമൂഹത്തിന്റെ യുവാക്കളെ, പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞ ആണുങ്ങളും പെണ്ണുങ്ങളുമായവരെ പടച്ചവനെ വ്യഭിചാരികളും മദ്യപാനികളും തോന്നിവാസികളുമായി പോകാതെ കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, പിശാചിന്റെ അടിമകളാകാതെ കാക്കണേ റബ്ബേ. അല്ലാഹു, ദീനിലേക്ക് ഹിദായത്ത് തരണേ അല്ലാഹ്. അല്ലാഹുമ്മ റുദ്ദനാ വൽ മുസ്ലിമീന ഇലാ ദീനിക റദ്ദൻ ജമീല. അല്ലാഹു, ഞങ്ങളെ ദീനിലേക്ക് മടക്കി തരണേ റബ്ബേ. ദീനിലേക്ക് അടുപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളെ ദീനിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥയിലേക്ക് ആക്കല്ലേ റബ്ബേ. ദിക്റിലൂടെയും സ്വലാത്തിലൂടെയും നിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെയും സ്വാലിഹീങ്ങളുടെ കൂടെ ജീവിക്കുന്നതിലൂടെയും ഞങ്ങളുടെ ഈമാനിന് പരിപോഷണം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, രോഗികളാണ്, രോഗം ശിഫയാക്കി താ റബ്ബേ. ഒരുപാട് രോഗികൾക്ക് വേണ്ടി ദുആ ഇറക്കാൻ വേണ്ടി പറഞ്ഞു. അല്ലാഹുവേ, ഒരു ഉമ്മ ക്യാൻസർ രോഗത്തിലാണ്, വയറുവേദന കൊണ്ട് പ്രയാസത്തിലാണ്. ഉമ്മ കരഞ്ഞു എന്ന് പറഞ്ഞൊരു മകൻ വേദനയോടുകൂടെ ദുആ ഇറക്കാൻ വേണ്ടി പറഞ്ഞു. അല്ലാഹുവേ, ആ ഉമ്മാക്ക് ശിഫ കൊടുക്ക റബ്ബേ. ഈ സദസ്സിന്റെ ഹഖ് കൊണ്ട് അല്ലാഹുമ്മ ബിഹഖിക ഫായ ഐൻ സ്വാദ് അല്ലാഹുമ്മ ശ്ഫിഹാ ശിഫാഅൻ ആജിലൻ ലാ യുഗാദിറു സഖമൻ വലാ അലമ. അല്ലാഹുവേ, ബിഹഖി ഹാദൽ മജ്ലിസിൽ അദീം അല്ലാഹുമ്മ ശ്ഫിഹാ ശിഫാഅൻ ആജിലൻ താമൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു, ഒരു പിതാവിന് വേണ്ടി ദുആ ഇറക്കാൻ പറഞ്ഞു. മകൻ ട്യൂമർ പോലുള്ള അസുഖത്തിലാണ്. അല്ലാഹുവേ, ശിഫ കൊടുക്കണേ റബ്ബേ. യാ അല്ലാഹ്, ശിഫ നൽകണേ റബ്ബേ. ആർക്കെല്ലാം ഇനി അസുഖങ്ങളുണ്ട് അത് ഡയഗ്നോസ് ചെയ്ത് ഞങ്ങൾ അറിയുന്നതിന് മുമ്പ് അല്ലാഹുവേ അത് ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റി നീ ആഫിയത്തിന് നിലനിർത്തി തരണേ. ഞങ്ങളിൽ ആർക്കെങ്കിലും അത്തരം അസുഖങ്ങളുടെ ഏതെങ്കിലും ലാഞ്ചനകൾ, അതിന്റെ വൈറസുകൾ, അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടോ എന്ന് പോലും ഞങ്ങൾക്കറിയില്ല പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾ സാധുക്കളാണ് റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ നിന്റെ ഖളാഇന്റെ മുമ്പിൽ ഒന്നുമല്ല റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ഖളാഇന്റെ മുമ്പിൽ ഞങ്ങൾ വെറും പാവങ്ങളാണ് പടച്ചവനെ. നീ അണമുറിയാതെ അയച്ചു തരുന്ന റഹ്മത്തിന്റെ പ്രവാഹമെങ്ങാനും മുറിഞ്ഞു പോയാൽ അല്ലാഹുവേ, ഞങ്ങൾ
തകർന്നു പോയി റബ്ബേ, ഞങ്ങൾ നഷ്ടത്തിലായി റബ്ബാനെ, ഞങ്ങൾ പ്രയാസത്തിലായി പോകും റബ്ബേ, കിടപ്പിലായി പോകും പടച്ചവനെ. അല്ലാഹുവേ, മാരക രോഗങ്ങൾ കൊണ്ട് ഞങ്ങൾ ആരെയും പരീക്ഷിക്കല്ലേ റഹ്മാനെ. മാരക രോഗം തരാൻ നിന്റെ മുബറമായ ഖളായിൽ നിനക്ക് നിശ്ചയമുണ്ട്, അത് നീ മാറ്റുകയില്ലെന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പടച്ചവനത് സഹിക്കാനുള്ള മനക്കരുത്ത് തരണേ റബ്ബേ, യഖീന് തരണേ റഹ്മാനെ. അവലാദിയും ഏവലാദിയും പറഞ്ഞ് ആ വേദനകളാൽ നീ നൽകാൻ പോകുന്ന പ്രതിഫലം നഷ്ടമാകാതെ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ഖളായിൽ അതൊരു മുഅല്ലഖായ ഖളാ ആണ് ഞങ്ങൾക്ക് വരാൻ പോകുന്ന രോഗങ്ങളും പ്രയാസങ്ങളുമെങ്കിൽ ഈ സദസ്സിന്റെയും അല്ലാഹു ഇവിടെ കയ്യുയർത്തി നിൽക്കുന്ന ഈ സ്വാലിഹീങ്ങളായ ആളുകൾ ഇവിടെ ഇരിക്കുന്നവർ, ഇത് കേട്ടവർ, അല്ലാഹു ആമീൻ ചൊല്ലുന്നവർ, നിന്നിലേക്ക് കയ്യുയർത്തിയവരായ മുഅ്മിനീങ്ങളുടെ ഈമാനിന്റെയും ആമീനിന്റെയും ഹക്ക് കൊണ്ട് അല്ലാഹ് ഞങ്ങൾക്കൊക്കെ എന്നേക്കും മോചനം നൽകണം റഹ്മാനെ. ഈ ദുനിയാവിൽ നീ ഞങ്ങളെ വെച്ചേക്കുന്ന കാലമത്രയും ആരോഗ്യവും ആഫിയത്തും തഖ്വയും നൽകണേ അല്ലാഹുവേ. ഞങ്ങൾക്ക് ആരോഗ്യം നിലനിർത്തി തരണേ റഹ്മാനെ. അല്ലാഹുവേ, ചെറിയവരും വലിയവരും കുട്ടികളും സ്ത്രീകളും പ്രായമുള്ളവരും അല്ലാത്തവരുമായ എല്ലാ മുഅ്മിനീങ്ങൾക്കും ശിഫ നൽകണേ റബ്ബേ. അല്ലാഹുവേ, കടങ്ങൾ വീട്ടിത്താ റഹ്മാനെ. വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഒരു വീട് വെക്കാൻ സഹായം നൽകണേ റഹ്മാനെ. മക്കളെ വിവാഹം ചെയ്തയക്കാൻ സഹായിക്കണേ റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് കൺകുളിർമയായ മക്കളെ നൽകണേ റബ്ബേ. നീ മക്കളെ നൽകിയവരെ തർബിയത്ത് ചെയ്യാനുള്ള സൗഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, മരിക്കുന്ന നേരം കലിമ ചൊല്ലി മരിക്കാൻ ഭാഗ്യം നൽകണേ റബ്ബേ. അതെവിടെ വെച്ചായാലും പ്രശ്നമല്ല റബ്ബേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ ഓർമ്മിപ്പിക്കണേ റഹ്മാനെ. കലിമ ചൊല്ലാൻ ഞങ്ങളെ ഓർമ്മിപ്പിക്കണേ റബ്ബേ. കലിമ ചൊല്ലാൻ ഞങ്ങൾക്ക് ഓർമ്മ തരണേ പടച്ചവനെ. അല്ലാഹു, അത് ജീവിതത്തിൽ അവസാനത്തെ വാക്കാകുന്നത് ഈമാനിന്റെ പ്രകടമായ ഒരു ലക്ഷണമാണല്ലോ പടച്ചവനെ. അത് ഞങ്ങളിൽ കാണിക്കണേ അല്ലാഹുവേ, നിന്റെ സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം തരണേ റബ്ബേ. നിന്റെ ഹബീബിന്റെ മുഖം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം തരണേ റഹ്മാനെ. അല്ലാഹു, നിന്റെ ഔലിയാക്കൾക്കും ആരിഫീങ്ങൾക്കും സ്വാലിഹീങ്ങൾക്കും സദാത്യങ്ങൾക്കും നീ നൽകിയിട്ടുള്ള റഹ്മത്ത്, അതിന്റെ ഒരംശം ഞങ്ങൾക്കും തരണേ റബ്ബേ. അത് ഞങ്ങളുടെ മരണത്തിന്റെ സമയത്ത് സക്കറാത്തിൽ അത് ഞങ്ങൾക്ക് നിഅ്മത്തായി യഖീനായി ഈമാനായി തരണേ റഹ്മാനെ. അല്ലാഹു, നാളെ ഖബറിലും നാളെ ബർസഖിലും മഹ്ശറായിലും ഞങ്ങളോട് റഹ്മത്ത് ചെയ്യണേ റബ്ബേ. അല്ലാഹു, ദുനിയാവിന്റെ മുകളിലും ദുനിയാവിൽ ഞങ്ങൾ ഭൂമിക്കുള്ളിലേക്ക് വന്നാലും വയൗമൽ അർളി അലൈക്, ഞങ്ങൾ നിന്റെ മുമ്പിലേക്ക് വരുമ്പോഴും ഞങ്ങളോട് റഹ്മത്ത് കാണിക്കണേ റബ്ബേ. ഞങ്ങൾ ഓരോരുത്തരുടെയും കിതാബ് ഏത് കയ്യിലാണെന്ന് പേടിച്ചു നിൽക്കുന്ന സമയത്ത് വലത് കയ്യിലേക്ക് അത് പാറി വരുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ. നന്മകളും തിന്മകളും നീ തൂക്കി നോക്കുന്ന നേരത്തെ നിന്റെ അല്ലാഹുവേ, നിന്റെ കണക്ക് കൂട്ടലുകൾ നീ ഞങ്ങളെ ബോധിപ്പിക്കാനുള്ള നിന്റെ ഹിസാബ് അല്ലാഹുവേ, നീ അർഹമർ റഹീമീനാണ്. അല്ലാഹുവേ, നീ ഗഫൂറും റഹീമാണ്. ഞങ്ങളുടെ തുലാസിനെ കലിമത്തു ഷഹാദ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരു രഖത്ത് എഴുതി വെച്ച് അതിട്ടാൽ എല്ലാറ്റിനേക്കാളും അത് കനം തൂങ്ങുമെന്ന് നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഭാഗ്യവാന്മാരിൽ പെടുത്തണേ റഹ്മാനെ. അല്ലാഹു, സിറാത്ത് കടക്കാൻ മിന്നൽ കിണർ പോലെ കടക്കാൻ ഞങ്ങളെ സഹായിക്കണേ റബ്ബേ. നാളെ സ്വർഗം കടത്തണേ റഹ്മാനെ. നിന്റെ ഹബീബ് ലിവാഉൽ ഹംദ് എന്ന പതാക ഉയർത്തിപ്പിടിക്കുമ്പോൾ ആ പതാകയ്ക്ക് കീഴിലായി തങ്ങളോടൊപ്പം അല്ലാഹു നിന്റെ സ്വർഗം കടക്കാനുള്ള ഭാഗ്യം തരണേ റബ്ബേ. സ്വർഗത്തിന്റെ കവാടങ്ങളിൽ ഏതിലെങ്കിലൂടെയും കടക്കാനുള്ള ഭാഗ്യം തരണേ റബ്ബേ. അല്ലാഹുവേ, ഈ ദുനിയാവ് ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും നാളെ ആഖിറത്തിൽ ഞങ്ങൾ കഷ്ടപ്പെടാതെ കാക്കണേ റബ്ബേ. ആഖിറത്തിൽ ഞങ്ങൾ കഷ്ടപ്പാട് വരാതെ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا اغفر لنا ولوالدينا ربنا ارحمهم كما ربونا صغارا آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميع الأنبياء والمرسلين الحمد لله رب العالمين. السلام عليكم ورحمة الله. ഒരു ചരിത്ര നിയോഗം പോലെ അബുദാബിയിലെ പ്രവാസി സമൂഹത്തിന്റെ ഹൃദയാന്തരങ്ങളിലേക്ക് അർത്ഥഗഹനമായ വാക്കുകളുമായി കടന്നുവന്ന ചമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ അനുഗ്രഹീതനായ സന്തതി സിംസാറുൽ ഹഖ് ഹുദവിയുടെ പ്രൗഢോജ്വലമായ ഖുർആൻ പ്രഭാഷണം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 8:30 അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ അരങ്ങേറുമ്പോൾ മുഴുവൻ ആളുകളെയും ഞങ്ങൾ സ്നേഹാദരങ്ങളോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു.